ഒരു സയന്റിസ്റ്റ് ആവാൻ ഏത് കോഴ്സ് എടുക്കണം? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു സയന്റിസ്റ്റ് ആകാൻ നമുക്ക് ഏത് കോഴ്സ് എടുത്താലും പറ്റും. ഓക്കെ, ആരാണ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്? സ്വന്തമായിട്ട് ഒരു പുതിയ അറിവ് സയൻസിൽ ഉണ്ടാക്കുന്ന ആളാണ് സയന്റിസ്റ്റ്. അത് രണ്ട് രീതി ചെയ്യാം. സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ജോലിയുണ്ട്, വേറെ ജോലി ചെയ്യുമ്പോൾ സയന്റിസ്റ്റ് ആയിട്ടിരിക്കുന്നവരുമുണ്ട്. അവരെല്ലാവരും ചെയ്യുന്നത് പുതിയ അറിവുണ്ടാക്കാമെന്നുള്ളതാണ്. അത് ഏത് വിഷയത്തിലും ആവാം. ഓക്കെ, അപ്പൊ ആ വിഷയത്തെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. കാരണം പുതിയ കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ അറിഞ്ഞൂടാത്ത എന്താണെന്ന് അറിയണ്ടേ? അറിഞ്ഞുകൂടാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അറിയാവുന്ന കാര്യം പഠിക്കണ്ടേ? അപ്പൊ ഏത് വിഷയം പഠിച്ചാലും അതിപ്പോ ഇപ്പൊ എത്ര ക്ലാസ്സിലാ? 8ാം ക്ലാസ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും +2 പഠിക്കണം. +2 കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഒരു BSc കോഴ്സുണ്ട്, BSMS, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇന്ത്യയിലും പുറത്ത് ഒരുപാട് സ്ഥാപനങ്ങളിലായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥാപനമാണ്. ആ കോഴ്സിന് ചേരാം. ഇനി നീ മെഡിസിനാണ് പോയെന്ന് വെച്ചോ, മെഡിസിന് പോയാലും ഡോക്ടർമാരെല്ലാവരും ചികിത്സിക്കുന്നവരല്ല. മെഡിസിൻ പഠിച്ച് MBBS ഒക്കെ കഴിഞ്ഞിട്ട് രോഗങ്ങളെക്കുറിച്ചും രോഗികളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഗവേഷണം ചെയ്യുന്ന സയന്റിസ്റ്റുമാരുണ്ട്. ഇത് MBBS കഴിഞ്ഞിട്ടും സയന്റിസ്റ്റ് ആവാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും സയന്റിസ്റ്റ് ആവാം. ഒരുപാട് പേര് BTechഉം MTechഉം കഴിഞ്ഞിട്ട് സയന്റിസ്റ്റ് ആയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് കോഴ്സ് എടുത്താലും സയന്റിസ്റ്റ് ആവാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ വിഷയം നമ്മൾ പഠിക്കണം, അത്രേ ഉള്ളൂ. യെസ്. എൻ്റെ പേര് റയാൻ. റയാൻ, എൻ്റെ ക്വസ്റ്റ്യൻ, കണ്ണ് എല്ലാ കളറുള്ള ഫോട്ടോസിനെയും വലിച്ചെടുക്കുകയും കണ്ണ് പ്യൂർ ബ്ലാക്ക് ആവുക. കണ്ണ് ഓക്കെ, അതായത് കണ്ണ് എല്ലാ കളറും ഒരുപോലെ അകത്തേക്ക് എടുക്കുമെങ്കിൽ കണ്ണ് കറുത്ത നിറത്തിൽ കാണേണ്ടതെന്നുള്ളതാണ് ചോദ്യം അല്ലേ? ഓക്കെ, അതായത് കണ്ണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ വസ്തുക്കളെയും പോലെ നിറങ്ങൾ അകത്തേക്ക് എടുക്കുന്നുണ്ട്. എല്ലാ കളറും അതിൽ വീഴുന്ന എല്ലാ ലൈറ്റിനെയും അകത്തേക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കറുത്ത വസ്തുവിനെ കറുത്താക്കുന്നത് ഈ അകത്തേക്ക് എടുക്കുന്ന ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആ ലൈറ്റ് പിന്നെ പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല. ആ മെറ്റീരിയൽ വെറുതെ അങ്ങ് അബ്സോർബ് ചെയ്യുകയാണെങ്കിലാണ് അത് ഡാർക്കായിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. കണ്ണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ കണ്ണിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗം, അത് ലൈറ്റ് വെള്ള നിറത്തില്ല, അത് എല്ലാ ലൈറ്റിനെയും റിഫ്ലക്റ്റ് ചെയ്യും. ഈ കണ്ണിൻ്റെ സെൻട്രൽ കോർണിയ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അത് ട്രാൻസ്പാരൻ്റ് ആണ്, അതിന് നിറമില്ല. അതിലൂടെ ലൈറ്റ് അങ്ങ് അകത്ത് പോകും. പിന്നെ അതിനകത്തുള്ള ഈ ചെറിയൊരു ഹോളുണ്ട്, ഏതാണ് അതിൻ്റെ പേര്? പ്യൂപ്പിൾ. ആ പ്യൂപ്പിൾ ഒരു ഹോളാണ്, അതുവഴി അകത്തേക്ക് പോകുന്ന ലൈറ്റ് മാത്രമാണ് കാഴ്ചയാവുന്നത്. ആ പ്യൂപ്പിളിന് ചുറ്റുമുള്ളൊരു കറുത്ത ഭാഗമല്ലേ, ഐറിസ്, അത് ലൈറ്റ് അബ്സോർബ് ചെയ്യുക ചെയ്യുന്നത്. അത് കറുത്ത നിറത്തിലല്ലേ കാണുന്നത്. ചില ആളുകളുടെ കണ്ണ് മൊത്തം അബ്സോർബ് ചെയ്യില്ല, അതുകൊണ്ട് ചെറിയ ചാര നിറമായിരിക്കും. ചില ആളുകൾക്ക് ബ്ലൂ കളറായിരിക്കും. അത് അവിടുത്തെ ജെനറ്റിക്സ് അനുസരിച്ച് മാറും. പക്ഷെ അകത്തേക്ക് പോകുന്ന ലൈറ്റ് പിന്നെ എന്താ സംഭവിക്കുന്നത്? റെറ്റിനെ വീണിട്ട് അത് അവിടുത്തെ സ്പെഷ്യൽ സെൽസ് അബ്സോർബ് ചെയ്ത് സിഗ്നലാക്കി മാറ്റും. ഇപ്പോൾ റെറ്റിന ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെറ്റിനയുടെ കളറ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാം, സാധാരണ ഫ്ലഷി കളറാണ്. പക്ഷെ അത് സിഗ്നലായിട്ട് അകത്ത് പോകുമ്പോൾ ബ്രെയിൻ അതിനെ ഒരു കാഴ്ചയാക്കി മാറ്റും. ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെ കാണാൻ തീരുമാനിക്കുന്നത് അവിടെ വീഴുന്ന ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. മുഴുവൻ ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡാർക്ക്, മുഴുവൻ ലൈറ്റും തിരിച്ചു വരികയാണെങ്കിൽ വൈറ്റ്. അങ്ങനെയാണ് കളർ തീരുമാനം. യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. വേറെ? ഓ, ഫിംഗർ പ്രിന്റ് കണ്ടുപിടിച്ചാണോ ഫിംഗർ പ്രിന്റ് അളക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചാണോ? ആ, എനിക്ക് പേരറിയത്തില്ല. എന്തായാലും ആരോ ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതേ എനിക്കറിയില്ല, പേരെനിക്ക് അറിയത്തില്ല. നെറ്റ് നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതിയെങ്കിൽ പിന്നെ പറഞ്ഞു തരാം. യെസ്, ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇനി ആർക്കാ ചോദ്യമുള്ളത്? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും. ഇതിലേതാ രസം? നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതാണ്. യെസ് യെസ്, ശ്രീഹരി. അപ്പം ഈ ഡൗട്ട് ഫോണിലെങ്ങനെ നമുക്ക് ഈ ഇത്രയും സാധനങ്ങളൊക്കെ മീൻസ് എന്തൊക്കെ എങ്ങനെ ഈ നമുക്ക് ഈ വാട്സപ്പ് ഫേസ്ബുക്ക് അത്രയെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റും? ഓക്കെ, അതായത് സ്മാർട്ട് ഫോണിനകത്ത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ചെറിയ ചോദ്യമാണ് നീ ചോദിച്ചത്. പക്ഷേ സ്മാർട്ട് ഫോണിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ പഠിക്കണം, അതെല്ലാം ഞാൻ പറയണം. പക്ഷേ ഞാൻ എൻ്റെ ഏകദേശ രൂപം കുറച്ച് പറഞ്ഞു തരാം. ഓക്കെ, ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, അതിന് നമ്മൾ പറയുന്ന ശബ്ദം വേറൊരിടത്ത് കേൾപ്പിക്കാൻ പറ്റും അല്ലേ? ഞാൻ ഇവിടുന്ന് ഒരാൾ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ഡൽഹിയിലാണെങ്കിൽ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ശബ്ദം ഡൽഹിയിൽ ഇരിക്കുന്ന ആളിന് കേൾക്കാൻ പറ്റും.
അതെങ്ങനെയാണ് ശബ്ദം ഡൽഹിയിൽ എത്തുന്നത്? എൻ്റെ സ്മാർട്ട് ഫോണിന് ഒരു മൈക്രോഫോൺ ഉണ്ട് അല്ലേ? മൈക്രോഫോണിൻ്റെ ജോലി എന്താണ്? സൗണ്ട് വന്ന് വീഴുമ്പോൾ ആ സൗണ്ടിന് തുല്യമായിട്ട് ഒരു ഇലക്ട്രിക് ഇമ്പൾസ് സിഗ്നൽ അത് ഉണ്ടാക്കും. അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ മൈക്രോഫോൺ അത് ചെയ്യും. എന്നിട്ട് ആ സിഗ്നലിനെ സ്മാർട്ട് ഫോണിൻ്റെ അകത്തിരിക്കുന്ന ചിപ്പ്, അതിൻ്റെ സ്മാർട്ട് ഫോണിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? സ്മാർട്ട് ഫോൺ സാധാരണ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ആൻഡ്രോയിഡ് അങ്ങനെയൊക്കെ പറയുന്നില്ല, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതാണ് ഇത് കൺട്രോൾ, ഇതിന് എന്ത് സംഭവിക്കും. അപ്പോൾ നമ്മൾ കോളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനപ്പം തന്നെ സിഗ്നലാക്കി സ്മാർട്ട് ഫോണിൻ്റെ ആൻറ്റിന വഴി തൊട്ടടുത്ത ടവറിലേക്ക് അതങ്ങ് സെൻഡ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ടവറിലും ഉണ്ട് ഇതുപോലെ കമ്പ്യൂട്ടർ. അത് ആ സിഗ്നലിനെ റിസീവ് ചെയ്ത് ഇത് എവിടേക്ക് പോകാനുള്ള സിഗ്നലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടേക്ക് ഇത് കടത്തിവിടും. ഓക്കെ, ഇനി ഞാൻ ഈ സംസാരിക്കുന്ന കോളിലല്ല, ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോയിസ് റെക്കോർഡറാണെങ്കിൽ എന്ത് ചെയ്യും? അതിനറിയാം ഇതെങ്ങും അയക്കാനില്ല, ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തീരുമാനിക്കുന്നത് അതിനെടുത്ത് ലോക്കൽ നമ്മുടെ മെമ്മറി ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതെല്ലാം നമ്മൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് ഇൻപുട്ട് എടുക്കാനുള്ള, നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കാനുള്ള ഇൻപുട്ട് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസസ്, മൈക്രോഫോൺ, ടച്ച് സ്ക്രീൻ, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി അത് സ്റ്റോർ ചെയ്യാൻ അതിനകത്ത് മെമ്മറി ഡിവൈസ് ഉണ്ട് അല്ലേ? ഈ മെമ്മറിയിൽ ഇരിക്കുന്ന ഐറ്റത്തിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് അയക്കണോ, അവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണോ? ഇത് തീരുമാനിക്കുന്ന അതിനകത്തുള്ള പ്രോസസ്സറും അതുമൊക്കെ ചേർന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇനി ഇതിന് പുറത്തേക്ക് വരുന്നത് ഔട്ട്പുട്ടാണ്. സിഗ്നൽ പുറത്തേക്ക് വയർലെസ് ആയിട്ട് പോകുന്ന സിഗ്നൽ ആകാം, ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നതാവാം, പാട്ടായിട്ട് തിരിച്ച് സ്പീക്കർ കൂടെ കേൾപ്പിക്കുന്നതാകാം. ഇതെല്ലാം ഒരു ഔട്ട്പുട്ട് ഡിവൈസും ഇൻപുട്ട് ഡിവൈസും ഇതിനെ തമ്മിൽ നിയന്ത്രിക്കാനുള്ള പ്രോസസ്സിങ് യൂണിറ്റും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള മെമ്മറി ഉണ്ട്. ഇതെല്ലാം അതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പ്രോഗ്രാമിനനുസരിച്ച് അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനകത്ത് 100,000 ടെക്നോളജികൾ ഒരേ സമയം അതിനകത്ത് ഈ ഫോണിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ സെൻസ് ചെയ്യാം. നിങ്ങളുടെ ഫോൺ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് മനസ്സിലാവും, അതിൻ്റെ ലൊക്കേഷൻ മാറിയാൽ മനസ്സിലാവും, താഴേക്ക് വീഴുകയാണെങ്കിൽ മനസ്സിലാവും, ഫോൺ ഇങ്ങനെ കറങ്ങിയാൽ മനസ്സിലാവും. ഇതെല്ലാം സെൻസ് ചെയ്യാനുള്ള സെൻസറുകളും മറ്റ് അസോസിയേറ്റഡ് പ്രോഗ്രാമുകളും എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് 100 കണക്കിന് വർഷത്തെ ഡിസ്കവറീസ് ആണ് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രയും വലിയൊരു ഡിവൈസാക്കി, ഒരു സ്മാർട്ട് ഡിവൈസാക്കി അതിനെ മാറ്റുന്നത്. ഓക്കെ, യെസ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം? കോഴിയാണോ മുട്ടയാണോ ആദ്യം? ഞാൻ ചോദ്യം ഒരിക്കലും കൂടെ അങ്ങോട്ട് ക്ലാരിറ്റി വരുത്താനാണ്. ചോദ്യം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നാണോ, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നാണോ? കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണ് ആദ്യം ഉണ്ടായത്. കാരണം ഈ ചോദ്യത്തിന് പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങളെല്ലാം ചിരിച്ചു അല്ലേ? കാരണം നമ്മൾ സ്ഥിരം ചോദിക്കുന്ന കുസൃതി ചോദ്യമാണ്. കാരണം കോഴിയാണ് മുട്ട ഇടുന്നത്, മുട്ട വിരിഞ്ഞാണ് കോഴി വരുന്നത്. അപ്പൊ ആദ്യം ഇതിൽ ഏതാണ് ഉണ്ടായത് നമുക്ക് സംശയം തോന്നും. കോഴി ഉണ്ടായത് ഇതിനു മുമ്പ്. കോഴി ഉണ്ടായിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? നമ്മുടെ അറിവിൽ 10,000 വർഷത്തെ പ്രായമേ കോഴി എന്ന് നമ്മൾ ജീവിക്കുള്ളൂ. ഈ കോഴി എന്ന് നമ്മൾ വിളിക്കുന്നത് ഇംഗ്ലീഷിൽ എന്ത് വിളിക്കുന്നത്? കോഴി ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. പൊതുവിൽ ഫൗൾ എന്നാണ് ആ ക്ലാസ്സിൽ പഠിക്കുന്ന ജീവികളെ മുഴുവൻ പറയുന്നത്. ഫൗൾ, ജംഗിൾ ഫൗൾ എന്ന് വിളിക്കുന്ന ഒരു പക്ഷിയെ മനുഷ്യൻ മെരുക്കിയെടുത്തപ്പോൾ ഉണ്ടായ പുതിയ സ്പീഷീസാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മൾ വളർത്തുന്ന കോഴി. ഓക്കെ, ഈ ജംഗിൾ ഫൗൾ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു പക്ഷി. ആ പക്ഷിയിൽ നമുക്ക് ഗുണമുള്ള കുറേ ഗുണങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എന്തൊക്കെയാണ്? അതിൻ്റെ മീറ്റ്, അതിൻ്റെ എഗ്ഗ്, ഇതൊക്കെ നമുക്ക് ഉപയോഗമുള്ളതുകൊണ്ട് മനുഷ്യൻ്റെ സൗകര്യത്തിന് അനുസരിച്ചിട്ട് ഈ പക്ഷിയെ സെലക്റ്റീവ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് നമുക്ക് ഇന്നറിയാവുന്ന കോഴി എന്ന് പറയുന്ന പക്ഷി. അതിനു മുമ്പ് കോഴിയുടെ ആൻസസ്ട്രൽ സ്പീഷീസസ് വേറെ ഒരുപാടുണ്ട്. നമ്മൾ അതിൻ്റെ ആൻസസ്റ്റർ പിറകിലേക്ക് പോയാൽ എവിടെ എത്തുമെന്ന് അറിയാമോ? ഡൈനോസേഴ്സിലെത്തും. നമ്മൾ വീട്ടിലുള്ള കോഴി എന്ന് പറയുന്നത് ഡൈനോസേഴ്സിൻ്റെ ഡയറക്റ്റ് ഡിസെൻഡൻ്റ് ആണ്. ഡൈനോസേഴ്സിൽ നിന്നും, പറക്കുന്ന ഡൈനോസേഴ്സിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന ജീവികളുടെ പരമ്പരയിൽ പെടുന്ന ജീവിയാണ് വീട്ടിലെ കോഴി. ഇനി ബഹുമാനിക്കണം, ചെറിയ പാർട്ടിയല്ല, ഡൈനോസറിൻ്റെ പാരമ്പര്യമാണ് ഉള്ളത് കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ കോഴിക്ക് മുമ്പേ മുട്ടയിടുന്ന പക്ഷികളുണ്ട്. അങ്ങനെ കോഴിയല്ലാത്തൊരു പക്ഷി മുട്ടയിട്ട് വിരിഞ്ഞ ഒരു പക്ഷിയാണ് പിന്നീടുള്ള സകല കോഴികളുടെയും ആദ്യത്തെ തുടക്കം. യെസ്,
കോഴിമുട്ട ഉണ്ടാവണമെങ്കിൽ കോഴി തന്നെ വേണം. പിന്നെ കോഴിമുട്ട ഇട്ടാലേ അതിനെ കോഴിമുട്ട എന്ന് വിളിക്കും. അതാണ് ഞാൻ ആ ചോദ്യം ക്ലാരിറ്റി വരുത്താൻ വേണ്ടി തിരിച്ചു ചോദിച്ചു. ക്ലിയർ ആയില്ലേ? യെസ്, ബാക്കിൽ. സാർ സാർ നേരത്തെ പറഞ്ഞു ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീന് കുറേ LED RGB LED വെച്ചുണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഒരു ദിവസം ക്യൂരിയോസിറ്റി ആയിട്ട് പാപ്പന്റെ പോയ ഫോണുണ്ട്. പാപ്പന്റെ പോയ ഫോണ് തല്ലി പൊട്ടിച്ചിട്ട് അതിലെ സ്ക്രീൻ എടുത്ത് നോക്കിയപ്പോൾ 7 ഞാൻ ഡിവൈഡ് ചെയ്ത് 7 ജസ്റ്റ് ഒരു ഫോണിന്റെ സ്ക്രീനിൽ അത്രയുള്ള 7 ഫ്രെയിംസ് ഇടി. ഒന്ന് വൈറ്റ്, പിന്നെ ഒരു മെറൂൺ പോലത്തെ സാധനമുണ്ട്. അത് ഈ വെളിച്ചത്തിലേക്ക് ആക്കുമ്പോൾ ഒരു പിങ്ക് കളർ, പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് ആക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ, അങ്ങനെയൊക്കെ വരും. അപ്പം ഈ LED ഞാൻ കുറെ നോക്കി. ഇപ്പൊ ഈ ഫോണിന്റെ അകത്ത് LED ഉണ്ടെന്ന് എന്റെ വിചാരം. അപ്പം ഞാൻ LED നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. കുറെ പേപ്പർ പോലത്തെ സാധനം. അപ്പൊ ഈ LED എവിടെയുള്ള സാറുള്ള LED? യെസ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ നീ പാപ്പന്റെ പോയ ഫോണല്ലേ പൊട്ടിച്ചത്? ഇല്ലെങ്കിൽ നിന്റെ തല പാപ്പൻ പല്ലി പൊട്ടിക്കും, അതാണ്. അപ്പൊ ആ ഫോണില് പൊളിച്ചു നോക്കിയപ്പോ ഞാൻ പറഞ്ഞ LED ഒന്നും കണ്ടില്ല. വളരെ ശരിയായ കാര്യം. ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ആ ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ എന്ത് കാര്യവും പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ക്യൂരിയോസിറ്റി വേണം. ഇതറിയാൻ നമുക്ക് തോന്നണം. നമുക്കെല്ലാം അതുണ്ട്, പക്ഷെ അത് എല്ലായിടത്തും പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ ഒരു സാധനം ഒളിച്ചു വെച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, അതെന്താണെന്നറിയാം അല്ലേ? നമ്മൾ നടന്നു വരുന്ന വഴിക്ക് ഒരാൾ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ നമ്മൾ ഉടനെ, എന്നാൽ ടീച്ചർ ഫ്രണ്ട് നിന്ന് കോര സംസാരിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കൂല. പക്ഷെ ആരെങ്കിലും അവിടെ നിന്ന് രഹസ്യം പറഞ്ഞാൽ നമ്മൾ ഓക്കെ, നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ എല്ലാ കാര്യത്തിലും അപ്ലൈ ആണ്. അത് ഫോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യത്തിലായാലും ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ ആ ഈ ഒബ്സർവേഷൻ, ഞാൻ LED എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളുടെ മനസ്സിൽ വരുന്നത് നമുക്ക് പരിചയമുള്ള LED ബൾബാണ്. ഓക്കെ, ഒരു LED ആവാൻ കുറച്ച് മോളിക്യൂൾസ് മാത്രം മതി. അവിടെ അത്ര മൈന്യൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കൈവച്ച് സാധാരണ ഉണ്ടാക്കുക, അതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു സ്ക്രീനിന്റെ വലിപ്പം അറിഞ്ഞൂടെ? അത്രയും വലിപ്പത്തിനകത്ത് ആയിരക്കണക്കിന് LED ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. നമ്മൾ LED ബൾബ് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം, വലിയ ബൾബുകൾ കാണാൻ പറ്റും. പക്ഷെ ഫോണിന്റെ സ്ക്രീനിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കാലം മുമ്പ് എന്തുകൊണ്ട് ഇതില്ല? ഈ രീതിയിൽ LED ഉണ്ടാക്കാനുള്ള ടെക്നോളജി വന്നാലേ നമുക്ക് സ്ക്രീൻ ഉണ്ടാക്കാൻ പറ്റും. അതിൽ വളരെ ചെറിയ ഇതാണ്. നമുക്ക് വെറും കണ്ണുകൊണ്ട് LED ഓരോന്നായിട്ട് കാണാൻ പറ്റത്തില്ല. OLED ഓർഗാനിക് LED എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ LED ഉണ്ടാക്കുന്നതിനാണ് OLED എന്ന് വിളിക്കുന്നത്. അതുപോലെ AMOLED, അങ്ങനെ പല ടെക്നോളജികളും ബേസിക്കലി LED ആണ്. ആ LED എന്ന് പറഞ്ഞാൽ പല മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കാം. അതിനുപയോഗിക്കുന്ന കെമിക്കൽസ്, ആ കെമിക്കൽ മാറുമ്പോഴാണ് കളർ മാറുന്നത്, അതിൽ ബ്രൈറ്റ്നസ് മാറുന്നത്. അപ്പം ഇന്നിപ്പോൾ ലോകത്ത് എല്ലായിടത്തും LED ബ്രൈറ്റ്നസ് എങ്ങനെ കൂട്ടാം, അതിൽ കുറച്ച് പവറിൽ കൂടുതൽ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. അവരെല്ലാം ചെയ്യുന്നത് ഇതിനുള്ള വേറെ മാർഗങ്ങൾ ആലോചിച്ച് പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ച് ഒരു കാലത്ത് അവസാനിക്കില്ല. ഇനി പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ LED സ്ക്രീൻ വർക്ക് ചെയ്യുന്നതിന് പിന്നിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം. പണ്ടത്തെ ഫോൺ, സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നല്ല ഇച്ചിരി ബലത്തിന് ടച്ച് ചെയ്താലേ ടച്ച് അത് എടുക്കൂ. ഇപ്പൊ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണ്, ചെറിയ ടച്ച്, സോഫ്റ്റ് ടച്ച് മതി. അതെല്ലാം ഇതുപോലുള്ള റിസർച്ചിലൂടെ മനുഷ്യർ കണ്ടു എങ്ങനെയാണ് ചെറിയ ടച്ച് പോലും സെൻസ് ചെയ്യാൻ കഴിയുന്ന ടെക്നോളജി ഉണ്ടാക്കാൻ പറ്റുക. ഇങ്ങനെ ആലോചിച്ച് ഇനിയും അത് വലുതായിക്കൊണ്ടിരിക്കും. ബേസിക്കലി LED എന്ന് പറയുന്നതെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയൊരു ബൾബിന്റെ വലിപ്പം ഉണ്ടാവും. LED ബൾബ് എന്ന് പറഞ്ഞ മനസ്സിൽ നമ്മൾ കാണുന്ന ഒരു പടമില്ലേ, അത് ആക്ച്വലി നമ്മൾ കാണുന്നത് അതിന്റെ ഗ്ലാസ് കേസിംഗ് ആണ്. ആ ബൾബ് എടുത്ത് ഇങ്ങനെ ചെറിയ LED എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി അതിന്റെ നടുക്ക് അതിന്റെ രണ്ട് ടെർമിനൽ ചെന്ന് ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്, ചെറിയൊരു സ്ഥലം. അവിടെ നിന്നാണ് ഈ ലൈറ്റ് വരുന്നത്. ആ ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെൻസ് പോലെയാണ് ശരിക്കും അതിന്റെ മുകളിൽ വെച്ചേക്കുന്ന ഈ ഗ്ലാസ് ക്യാപ്പ്. അത് മൊത്തത്തിലല്ല വർക്ക്. ഇനി നോക്കണം, ഏതെങ്കിലും ബാറ്ററി വെച്ച് LED കത്തിച്ചിട്ട് അതിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഫിലിം വെച്ച് മറച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലൈറ്റ് വരുന്നത് വളരെ ചെറിയൊരു പോയിന്റിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. അതുപോലത്തെ പോയിന്റ് മാത്രം മതി സ്ക്രീനിൽ. യെസ്, ഇപ്പം ഒരു കുഞ്ഞു പട്ടി ഒരു വലിയ പട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞ നടക്കുന്നില്ല, അത് അതിന്റെ ഇത് കൂടുതലായിരിക്കും. ഇപ്പം സാധാ പട്ടിയാക്കുവാണെങ്കിൽ
അല്ല നേരത്തേന്ന് പറഞ്ഞാൽ അത് സ്പീഡ് ഡിഫറൻസ് ആണ്. ഏത് വലിയ വട്ടിക്കോ ചെറിയ വട്ടിക്കോ? വലിയ വട്ടിക്ക് സ്പീഡ് കുറവും, ചെറിയ വട്ടിക്ക് അത് ആ സ്പീഡ് തീരുമാനിക്കുന്ന ആ പട്ടിയുടെ ആ സമയത്തെ എനർജി ഡിമാൻഡാണ്. അത് മാത്രമല്ല ഈ ചൂട് ഇതുമല്ല ടെമ്പറേച്ചർ. അപ്പം ഈ കുഞ്ഞു പട്ടിയുടെ ശരീരം ചെറുതായോണ്ട് ചെറിയ കുറച്ച് ചൂടൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ കുഞ്ഞു പട്ടിയെ കാണുന്ന പോലെ നമ്മൾ വലിയ പട്ടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. വലിയ പട്ടിക്ക് കുറച്ചുകൂടെ ഏരിയ ഉണ്ട്, കുഞ്ഞു പട്ടിക്ക് കുറച്ച് ഏരിയ ഉള്ളൂ. പിന്നെ ഈ വലിയ പട്ടി തന്നെ എപ്പോഴും ഒരേ റേറ്റ് ആയിരിക്കത്തില്ല. അത് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ശരീരം കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കും, അപ്പോൾ അത് കൂടുതൽ കിതക്കും. അത് വ്യത്യാസം വരും. പക്ഷെ നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന കുഞ്ഞു പട്ടിയും റെസ്റ്റ് എടുക്കുന്ന വലിയ പട്ടിയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യണം. ഇല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ഡിമാൻഡ് ഓരോ സമയത്ത് ഓരോന്നല്ലേ. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സിനിമ 1 മണിക്കൂർ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല. നമ്മൾ 1 മണിക്കൂർ പഠിച്ചാൽ നമ്മൾ ക്ഷീണിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ കൂടുതൽ എനർജി ആ സമയത്ത് എടുക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ. നിങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് കൂടുതൽ വീർക്കത്തില്ലേ? കാരണം ശരീരത്തിന് കൂടുതൽ എനർജി ആ സമയത്ത് ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് ആ വ്യത്യാസം ഉണ്ടാവും എപ്പോഴും. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ താൻ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. ഒരു കൈയടി കൊടുക്കാമോ? നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കുഞ്ഞു പട്ടി ഇങ്ങനെ വലിയ പട്ടി ഇങ്ങനെ വ്യത്യാസമുണ്ട്? ഒരു ക്വസ്റ്റ്യനും സില്ലി അല്ല. നമ്മൾ സില്ലി വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ വലിയ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ ഈ ചോദ്യം ആരടുത്ത് വേണോ ചോദിക്കും, ടീച്ചറുടെ അടുത്തോ വീട്ടിലുള്ളവരടുത്തോ, എല്ലാവരും ക്വസ്റ്റ്യൻ ഒരുപോലെ ഇഷ്ടപ്പെടില്ല. എന്താണെന്നറിയാമോ കാരണം? എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് നാണം വരും. അയ്യോ അറിഞ്ഞൂടാത്ത കാര്യം. എനിക്ക് പിന്നെ വലിയ നാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിഞ്ഞൂടെന്ന് പറയും. എല്ലാവരും അങ്ങനെ പറയില്ല. അപ്പം നമ്മൾ ചോദിച്ചിട്ട് ചിലപ്പോൾ നാണം വന്നാൽ അവർ ചോദ്യം ചോദിക്കരുതെന്നൊക്കെ ചിലപ്പോൾ പറയും, വരട്ടും. ചിലപ്പോൾ ചില ഉത്തരം പറഞ്ഞാലും മേലെ ചോദിക്കരുതെന്നുള്ള ടോണിലൊക്കെ ആയിരിക്കും പറയുന്നത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അവർക്ക് അറിഞ്ഞുണ്ടെങ്കിൽ വേറെ ആളോട് ചോദിക്കുക. നമ്മൾ ആരെയും ഉപദ്രവിക്കാനല്ലോ ചോദിക്കും, നമുക്കറിയാനല്ലോ ചോദിക്കുന്നത്. വേറൊരാളോട് ചോദിക്കുക. അവർക്കും അറിഞ്ഞുണ്ടെങ്കിൽ വേറൊരാളോട് ചോദിക്കുക. ഇനി ആർക്കും അറിഞ്ഞുണ്ടെങ്കിലോ? ആർക്കും അറിഞ്ഞൂടാത്ത ചോദ്യം ചോദിക്കുന്നവരാണ് സയന്റിസ്റ്റുമാരാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും അറിഞ്ഞുണ്ടെങ്കിൽ ഉടനെ പോയി സ്വയം ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. കിടിലൻ ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്, ഉത്തരം സ്വയം കണ്ടുപിടിച്ചാൽ നാളെ നിങ്ങൾ സയന്റിസ്റ്റ് ആവും. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ് കശ്യപ്. അയ്യോ, ആദ്യത്തെ ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ലക്ഷക്കണക്കിന് വർഷം മുമ്പാണ് ഉണ്ടായത്. ആദ്യത്തെ ഇൻവെൻഷൻ ഏതാ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന്റെ ഹിസ്റ്ററി നോക്കിയാൽ മനുഷ്യന് ഏറ്റവും ആദ്യം പഠിച്ച ടെക്നിക്ക് എന്ന് പറയുന്നത് തീ കൺട്രോൾ ചെയ്യാൻ. തീ കൺട്രോൾ ചെയ്യാൻ എന്ന് വെച്ചാൽ തീ കത്തിക്കാനും കത്തിക്കൊണ്ടിരിക്കുന്ന തീ കെടുത്താനും. വേറെ ഒരു ജീവിക്കും ഇത് പറ്റത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാക്കി ജീവികൾക്കെല്ലാം തീ പേടിയാണ്. എന്തുകൊണ്ടാണ് തീയെ മറ്റു ജീവികൾ പേടിക്കുന്നത്? തീ അവരുടെ നിയന്ത്രണത്തിനുള്ളൊരു സാധനമല്ല. തീ കത്തും തോറും ചൂടുണ്ടാവും, ചൂട് കൂടുന്തോറും കൂടുതൽ കത്തും. അതുകൊണ്ട് തീക്ക് സ്വയം നിലനിൽക്കാൻ പറ്റും. അപ്പം നിപ്പിന് നമ്മളെയൊക്കെ അതിന് ദഹിപ്പിക്കാനുള്ള കഴിവ് തീക്കുണ്ട്. അപ്പം അതുകൊണ്ട് കാട്ടിലെ ജീവികൾക്ക് ഇതിനെ ഭയങ്കര പേടിയാണ്. നിങ്ങൾ കാർട്ടൂണൊക്കെ കണ്ടാൽ, ജംഗിൾ ബുക്ക് പഴയ കാർട്ടൂണൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ജീവികളും തീയിൽ നിന്ന് ഓടി രക്ഷപ്പെടും. മനുഷ്യൻ മാത്രമാണ് തീ കൺട്രോൾ ചെയ്യുന്നത്. അത് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യനല്ല, മനുഷ്യന്റെ പൂർവിക ജീവിയായിട്ടുള്ള ഹോമോ ഇറക്റ്റസ്, അവരാണ് ആദ്യമായിട്ട് തീ കൺട്രോൾ ചെയ്യാൻ പഠിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആഹാരം പാചകം ചെയ്യാം, നമുക്ക് രാത്രി തണുക്കാതെ ചൂട് കായാം, നമുക്ക് മറ്റ് ജീവികളെ പേടിപ്പിക്കാം. മനുഷ്യർ പണ്ട് കാട്ടിൽ ജീവിക്കുമ്പോൾ കൃഷിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നാടൊന്നുമില്ല, സിറ്റികളോ ഗ്രാമങ്ങളോ ഒന്നുമില്ല. കാട്ടിൽ ജീവിക്കുമ്പോൾ തീ ഇട്ടിട്ട് അതിന് ചുറ്റും ഇരിക്കും. എന്തിനാണെന്നറിയാമോ? വേറെ ജീവികളൊന്നും അടുക്കത്തില്ല. അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരം ഭയങ്കര വീക്കല്ലേ. നോക്കി, ഒരു പട്ടിയെ ഓടി തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? പൂച്ചയുടെ അത്രയും ദൂരെ നിന്ന് മീനിന്റെ മണം നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. ഒരു പരുന്ത് ഒരു എലിയെ കാണുന്ന എത്ര ഹൈറ്റിൽ നിന്നാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീറ്റർ കണക്കിന് ദൂരെ നിന്നാണ് പരുന്ത് താഴെ പോകുന്ന ഒരു ചെറിയ എലിയെ കണ്ട് വന്ന് ഞാൻ റാഞ്ചിക്കൊണ്ട് പോകുന്നത്. അത്രയും ഹൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം വീട് പോലും കാണില്ല, പിന്നല്ലേ അതിലിരിക്കുന്ന എലി. അപ്പം നമുക്ക് പല ശേഷികളും കുറവാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ബാക്കി ജീവികളെയൊക്കെ കൺട്രോൾ ചെയ്യും അല്ലേ? വേറെ ഏതെങ്കിലും ജീവി ഇങ്ങനെ മറ്റ് ജീവികളെ കൂട്ടിലടച്ചിട്ട് ടിക്കറ്റ് വെച്ച് സ്വന്തം ജീവിവർഗത്തിലെ മറ്റ് ജീവികളെ വിളിച്ച് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യരത് ചെയ്യും. എന്താണ് അതിൻ്റെ പേര്? സൂ അല്ലേ? മനുഷ്യർ മാത്രമാണ് ബാക്കി ജീവികളെ ഇങ്ങനെ അടച്ചിട്ട്, എന്നിട്ട് ബാക്കി ജീവികൾക്ക് നമ്മൾ കുറേ മനുഷ്യരിരുന്ന് വേറെ ജീവികളുടെ നിന്ന് പൈസ വാങ്ങിച്ച്
വിളിച്ച് കാണിക്കും. നമ്മളെക്കാളും ബുദ്ധിയുള്ളൊരു ജീവി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇപ്പൊ കുരങ്ങൻ കിടക്കണന്റെ കൂടിന്റെ അപ്പുറത്ത് നമ്മളും കിടന്നത്. ബാക്കി ഈ മറ്റേ ബുദ്ധിയുള്ള ജീവി വരുമ്പോൾ നമ്മളിരുന്ന് ഇങ്ങനെ കൈ കാണിച്ചു അല്ലേ? ഭാഗ്യം. ആ ചോദിച്ചോ. ഈ പട്ടികളും പൂച്ചകളും പിന്നെ ഈ ദൂരെയുള്ള സാധനത്തിന് എങ്ങനെ മണം പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകും? അത് അവരുടെ ബോഡിയുടെ ഒരു കേപ്പബിലിറ്റി മാത്രമാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്മെല്ല് നമുക്ക് കിട്ടുന്നത്? സ്മെല്ല് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലേക്ക് എത്തുന്ന ഗ്യാസ്, ആ ഗ്യാസിൽ ഒരുപാട് കെമിക്കൽ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസ് നമ്മുടെ മൂക്കിനകത്തുള്ള ചില മോളിക്യൂൾസ്, മൂക്കിലുണ്ട് ഇതുപോലുള്ള സാധനങ്ങൾ, അതിൽ ചെന്ന് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനാണ് അതിൻ്റെ പ്രസൻസ് നമുക്ക് അറിയിച്ചു തരുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ തുടങ്ങാൻ എത്ര കെമിക്കൽസ് ആവശ്യമുണ്ട്, അതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ചരുവ നിറയെ വെള്ളം എടുത്തു, എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നാരങ്ങ പിഴിയുക. നാരങ്ങ അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ടു, പക്ഷേ കോരി കുടിച്ചാൽ മധുരം ഉണ്ടാവുമോ? ഇല്ല. ഒരു നുള്ള് പഞ്ചസാര കൂടെ ഇട്ട് മധുരം ഉണ്ടാവുമോ? ഇല്ല. ഇങ്ങനെ ഓരോ നുള്ളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പതിയെ മധുരം കിട്ടിത്തുടങ്ങും അല്ലേ? പക്ഷെ നിങ്ങൾ അതിന് മുമ്പേ പഞ്ചസാര ഇട്ടു, എന്നിട്ട് മധുരം കിട്ടാത്ത എന്താ? നിങ്ങളുടെ നാക്കിൽ അതിൻ്റെ പ്രസൻസ് അറിയിക്കാൻ മാത്രമുള്ള അളവ് അതിലില്ല. അപ്പൊ ചില സ്ഥലങ്ങളിൽ കുറച്ചളവ് മതി. ഞാൻ നേരത്തെ സ്മാർട്ട് ഫോണിന്റെ കാര്യം പറഞ്ഞില്ലേ, പഴയ ഫോണിൽ നിന്ന് നല്ല വെള്ളത്തിൽ ഞെക്കിയാലേ ടച്ച് സെൻസ് ആവുള്ളൂ. ഇപ്പൊ കുറച്ച് ടച്ച് മതി, പതിയെ ടച്ച് ചെയ്താണ്. ആ സെൻസിറ്റിവിറ്റി നമ്മുടെ മൂക്കും പട്ടിയുടെ മൂക്കും തമ്മിലുണ്ട്. ഇതേ കെമിക്കൽസ് വളരെ കുറഞ്ഞ അളവിൽ എത്തിയാൽ തന്നെ പട്ടിക്കത് കിട്ടും, നമുക്കത് കിട്ടൂല എത്തിയാലും. അതാണ് ഈ സെൻസിന്റെ കേപ്പബിലിറ്റിയുള്ള വ്യത്യാസം. യെസ്. യെസ് ക്രിസ്റ്റഫർ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ പക്ഷിയും വിമാനമൊക്കെ എങ്ങനെ മുകളിലേക്ക് പറക്കുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടായിട്ടും പക്ഷിയും വിമാനമൊക്കെ പറക്കുന്നതിന് പിന്നിലുള്ള ലളിതമായ റീസൺ എയർ ആണ്. പക്ഷേ എയർ ഉണ്ടായിട്ടും നമുക്ക് പറക്കാൻ പറ്റുന്നില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷിക്കും വിമാനത്തിനും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷിയുടെ ചിറകും വിമാനത്തിന്റെ ചിറകും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് ചിറകുണ്ട്, രണ്ടിന് വിങ്സ് ഉണ്ട്. പക്ഷെ രണ്ട് വിങ്സ് തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും പ്രധാന വ്യത്യാസം എന്താണ്? മൂവ് ചെയ്യാൻ പറ്റും. പക്ഷിയുടെ ചിറക് ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. വിമാനത്തിന്റെ ചിറക് ഇങ്ങനെ ആവുമോ? തോന്നല ആവും. പക്ഷേ വിമാനത്തിനകത്തിരുന്നുണ്ടാക്കാൻ പറ്റൂല. വിമാനം വല്ല കാറ്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ വിമാനത്തിന്റെ ചിറകും വളയും. നിങ്ങൾ വിമാനത്തിന്റെ വെളിയിൽ നോക്കിയാലേ കാണും. വിമാനം പറക്കുമ്പോൾ നിങ്ങൾ വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? കൊടുങ്കാറ്റിൽ പറക്കുന്ന വിമാനത്തിന് അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് കാണാം. വിമാനത്തിന്റെ ചിറക് സോളിഡ് അല്ല, വളയും, ഫ്ലെക്സിബിൾ. വളഞ്ഞില്ലെങ്കിൽ വിമാനത്തിന് വലിയ അപകടം പറ്റും. അത് വേറെ. വിമാനത്തിന് പറക്കാൻ കഴിയുന്നത്, വിമാനം പറന്ന് പൊങ്ങുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വിമാനം എങ്ങനെയാണ് പൊങ്ങുന്നത്? വിമാനത്തിന് കുറച്ച് ദൂരം ഓടണം അല്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വിമാനത്തിന്റെ ചിറകിനൊരു പ്രത്യേകതയുണ്ട്. ആ വിമാനത്തിന്റെ ചിറകിന് മുകളിൽ വളച്ച് താഴെ ഫ്ലാറ്റായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഷേപ്പ്. വിമാനം തറയിൽ കൂടെ ഇങ്ങനെ ഓടുമ്പോൾ കാറ്റടിക്കുമല്ലോ തിരിച്ച് അല്ലേ? നമ്മൾ ഓടുമ്പോൾ നമ്മുടെ മുഖത്ത് കാറ്റടിക്കുന്നത് കാറ്റടിക്കും. ഈ വിമാനത്തിന്റെ ചിറകിന്റെ അടിയിൽ കൂടെ പോകുന്ന കാറ്റും മുകളിൽ കൂടെ പോകുന്ന കാറ്റും രണ്ട് സ്പീഡിലായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് വിമാനത്തിന്റെ ചിറക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ പോകുന്ന കാറ്റിന് സ്പീഡ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ താഴെ മുകളിനെ അപേക്ഷിച്ച് പ്രഷർ കൂടും. ആ പ്രഷറാണ് വിമാനത്തെ പതിയെ അങ്ങ് പൊക്കുന്നത്. അതിനെ വിളിക്കുന്നത് ലിഫ്റ്റ് ഫോഴ്സ് എന്നാണ്. ആ ഫോഴ്സ് കിട്ടണമെങ്കിൽ വിമാനത്തിന്റെ മുകളിൽ കൂടെ താഴെ കൂടെ പോകുന്ന എയറിന്റെ സ്പീഡ് ഒരു മിനിമം സ്പീഡിന് മുകളിലായിരിക്കണം. അതിൽ താഴെയാണെങ്കിൽ ഈ ലിഫ്റ്റ് കിട്ടത്തില്ല പൊക്കാൻ. അപ്പൊ ആ സ്പീഡ് കിട്ടാനാണ് വിമാനം ഈ റൺവേ കൂടെ ഇങ്ങനെ പോകുന്നത്. അത് വലിയ വിമാനമാണെങ്കിൽ കൂടുതൽ ദൂരം പറക്കണം. ശ്രദ്ധിച്ചാൽ മതി. ചില വലിയ വിമാനങ്ങൾ ചെറിയ എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റൺവേക്ക് നീളം കാണത്തില്ല. കാരണം അത്രയും നീളത്തിൽ പറന്നാലേ അവിടെ നിന്ന് പൊങ്ങാൻ പറ്റും. അപ്പോൾ വിമാനത്തിൽ പറക്കുന്നതിനുള്ള അടിസ്ഥാന റീസൺ വായു കൊടുക്കുന്ന ലിഫ്റ്റാണ്. ഇത് ഒരു ചെറിയ പേപ്പർ പീസ് എടുക്കുക. എനിക്കൊരു പേപ്പർ പീസ് തരുമോ? അതിങ്ങനെ നീളത്തിന് കീർത്താം, ഒരു ടേപ്പ് പോലെ.
ഞാൻ കാറ്റില്ലാത്ത സ്ഥലത്ത് നിൽക്കണം. കണ്ടല്ലോ, ഞാൻ ഇവിടെ ഊതിയ എന്ത് സംഭവിക്കും? പേപ്പർ മുകളിലോട്ടാണ് വന്നത്. കണ്ടോ, ഞാൻ ഊതുന്ന മുകളിലും താഴെയോ? എന്താ സംഭവിച്ചപ്പോൾ? ഞാൻ ഇവിടെ ഊതിയത്. ഇവിടെ ഊതുമ്പോൾ ഇവിടുത്തെ എയറിൻ്റെ സ്പീഡ് കൂടുതലും ഇവിടെ സ്റ്റേഷനായിട്ട് നിൽക്കുന്ന എയറുമാണ്. സ്പീഡ് കൂടുന്ന എയറിന് പ്രഷർ കുറയും. അപ്പോൾ താഴത്തെ പ്രഷർ കൂടിയ എയർ മുകളിലേക്ക് അതിനെ പൊക്കും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, സെയിം കാര്യമാണ് വിമാനത്തെയും പൊക്കി വിടുന്നത്. പക്ഷിക്കാണെങ്കിലോ, പക്ഷിക്ക് ചിറക് തന്നെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് പക്ഷിക്ക് റൺവേ വേണ്ട. ഓക്കെ, വിമാനത്തിന് റൺവേ ഇല്ലാതെ പറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റണം. അത് ഭയങ്കര ചിലവായിരിക്കും, റിസ്ക്കുമാണ്. അങ്ങനെ ഓടാതെ പറക്കാൻ പറ്റുന്ന ഒരു വാഹനം വേറെ നമുക്കുണ്ട്. ഏതാണ്? ഹെലികോപ്റ്റർ. അതിന് അതിൻ്റെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ കറക്കി ബ്ലേഡിൻ്റെ മുകളിലും താഴെയും പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ മുകളിലേക്ക് ഉയർത്തും. ഓക്കെ, അങ്ങനെ ഓരോ ടെക്നോളജിയും ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറക്കാൻ എയർ മാത്രം മതി. ഒരു പരിധിക്കപ്പുറം ഉയരമുള്ള സ്ഥലങ്ങളിലോട്ട് വിമാനം പോകില്ല, അറിയാമോ? ഇപ്പോൾ എവറസ്റ്റ് കൊടുമുടി കയറുന്ന ആളുകൾ അവിടെ വെച്ചിട്ട് അപകടം സംഭവിച്ചാൽ അവരെങ്ങനെ രക്ഷിക്കും? അവരെ വിമാനത്തിൽ പോയി രക്ഷിക്കാൻ പറ്റൂല. അത്രയും ഉയരത്തിൽ വിമാനം പറക്കൂല. എന്തുകൊണ്ടെന്നാൽ മുകളിലേക്ക് പോകുന്തോറും എയറിൻ്റെ തിക്നെസ് കുറഞ്ഞു വരും. അപ്പോൾ വിമാനം ഒരു പരിധിക്കപ്പുറം ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പറത്താൻ പറ്റില്ല. അപ്പോൾ വിമാനമായതുകൊണ്ടും പറക്കാൻ പറ്റുന്ന ആയതുകൊണ്ടും എല്ലാ സ്ഥലത്തോട്ടും പറക്കാൻ വിചാരിക്കരുത്. അത് പറക്കുന്നതിനും ലാൻഡ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ, വേറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലിയർ ആയോ? ഒരു ഡൗട്ട് ഇല്ല. ഓക്കെ, ബെർമുഡ ട്രയാങ്കിളില്ലേ, അവിടെ പോയ വിമാനവും കപ്പലും കാണാതെ പോകുന്നില്ല. ബെർമുഡ ട്രയാങ്കിളിൽ മാത്രമല്ല, ഒരുപാട് വിമാനങ്ങളും കപ്പലുകളും ഭൂമിയിലെ കടലുകളുടെ പല ഭാഗങ്ങളിൽ കാണാതെ പോയിട്ടുണ്ട്. ഈ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അപ്രത്യക്ഷമാകുന്നതുകൊണ്ടല്ല, അതെവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വീട്ടിൽ രാവിലെ എൻ്റെ ബുക്ക് കാണാനില്ല എന്ന് വെച്ചാൽ എൻ്റെ ബുക്ക് ഇറങ്ങി എവിടെയെങ്കിലും പോയതാണോ? അതോ എൻ്റെ ബുക്ക് ആവിയായി പോയോ? ഇതൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ബുക്ക് എവിടെ വെച്ചത് ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ആ ബുക്കിൻ്റെ സ്ഥാനം എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഒരു സാധനം കാണാതാകുന്നത് അങ്ങനെയാണ്. ഇനി ഭൂമിയുടെ മൊത്തം സർഫസ് ഏരിയയുടെ 3/4 എന്താണ്? കടലാണ്. ഈ കരഭാഗം എടുത്തു കഴിഞ്ഞാൽ കരയിൽ 1/3 ഭാഗം, ഏതാണ് 33% ഡെസർട്ടാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നല്ലൊരു പങ്കും ഐസാണ്. ഓക്കെ, അപ്പം മനുഷ്യർ താമസിക്കുന്നത് ഭൂമിയുടെ മൊത്തം സർഫസ് ഏരിയയുടെ 2% പോലും ഇല്ല. വളരെ കുറച്ച് ഭാഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വലിയ സംഭവമാണ് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഭൂമി മുഴുവൻ മനുഷ്യരുണ്ടെന്ന്. ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ സാറ്റലൈറ്റുകൾ ഇതെല്ലാം മനുഷ്യർ വാസിക്കുന്ന സ്ഥലങ്ങളുടെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അല്ലാതെ മനുഷ്യർ ഇന്ന് വരെ പോയിട്ടില്ലാത്ത പോകാത്ത സ്ഥലങ്ങളുടെ പടം എടുത്തിട്ട് നമുക്ക് എന്തോ കാര്യം? ഇത്രയും പൈസ ചിലവാക്കി സാറ്റലൈറ്റ്സ്. അതുകൊണ്ട് നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനായാലും ഒക്കെ മനുഷ്യരുള്ള സ്ഥലങ്ങളെ ഫോക്കസ് ചെയ്താണ്. പക്ഷെ നമ്മുടെ കപ്പലുകളും വിമാനങ്ങളും പോകുന്നത് അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ചേർന്നാണ് പോകുന്നത്. അപ്പോൾ കപ്പലുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു, ഒരു കാറ്റത്ത് അവരുടെ GPS സിസ്റ്റം മുഴുവൻ പോയി, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നു, അത് കാറ്റത്ത് വഴി മാറി ഒഴുകിപ്പോയാൽ വഴി തെറ്റാം, പല സ്ഥലങ്ങളിലും പെട്ടുപോകാം, ആളുകൾക്ക് അപകടം സംഭവിക്കാം. കടലിൽ കാണാതെ പോകുന്ന വിമാനങ്ങളെ കണ്ടെത്തുന്നതും ഷിപ്പുകളെ കണ്ടെത്തുന്നതും നമുക്ക് ഒരു ആക്സസും ഇല്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബെർമുഡ ട്രയാങ്കിളിന് ഈ ചീത്തപ്പേര് വരുന്നതിന് കാരണം, ലോകത്തെ എല്ലാ റോഡുകളിലും ഒരേ തിരക്കാണോ? നിങ്ങൾ ഈ ചുറ്റുള്ള എല്ലാ റോഡിലും ഒരുപോലെ തിരക്കുണ്ടോ? ചില റോഡുകൾ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? എപ്പോഴും വണ്ടി വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാവരും ആ വഴി ആ റോഡിൽ പോകുന്നവർക്കെല്ലാം എന്തെങ്കിലും മുട്ടായി കൊടുക്കുന്നുണ്ട്? പിന്നെ എന്തിനാണ് എല്ലാവരും ആ വണ്ടി എല്ലാ റോഡുകളിലും ആ റോഡിൽ കൂടെ മാത്രം കൂടുതൽ വണ്ടി വരുന്നത്? കൂടുതൽ ആളുകൾക്ക് പോകേണ്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന സ്ഥലത്താണ് റോഡ് കിടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ആ റോഡെ പോകാൻ ശ്രമിക്കുന്നത്. അതുപോലെ ചില കപ്പൽ റൂട്ടുകൾ കൂടുതൽ ബിസിയാണ്, എന്നാൽ അതുവഴിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നത്. അങ്ങനെ വളരെ ബിസി ആയിട്ടുള്ള ഒരു റൂട്ടിലാണ് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന സ്ഥലം കിടക്കുന്നത്. അതുവഴി 100 വിമാനങ്ങളും കപ്പലുകളും ഡെയിലി പോകുന്നുണ്ട്. അവിടെയും കപ്പൽ കാണാതാകും, അല്ലാത്ത റൂട്ടുകളിലും കപ്പൽ കാണാതാകാം, അപകടങ്ങൾ സംഭവിച്ചാൽ കാണാതാകാം. ഏറ്റവും കൂടുതൽ കപ്പൽ കാണാതാകുന്നപ്പോൾ എവിടെ ആയിരിക്കും?
ഏറ്റവും കൂടുതൽ കപ്പൽ പോകുന്ന സ്ഥലത്തായിരിക്കും. ഏറ്റവും കൂടുതൽ റോഡപകടം നടക്കുന്നത് വണ്ടി കൂടുതൽ ഓടുന്ന റോഡിലാണോ വണ്ടികൾ കുറച്ച് ഓടുന്ന റോഡിലാണോ? കൂടുതൽ വണ്ടികൾ ഓടുന്ന റോഡിലായിരിക്കും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബെർമുഡ ട്രയാങ്കിളിന് ഈ ചീത്തപ്പേര് വരുന്നത്. അല്ല, നിങ്ങൾ പേടിക്കുന്ന പോലെ ബെർമുഡ ട്രയാങ്കിളിൽ ഭീകരമായ ഒന്നുമില്ല. ഓക്കെ, അവിടെ ഇപ്പോഴും സ്ഥിരമായിട്ട് വിമാനവും കപ്പലും പോകുന്നുണ്ട്. അതുവഴി കപ്പൽ ഓടിച്ച് പോകുന്ന കൂട്ടുകാർ എനിക്കുണ്ട്, മർച്ചന്റ് നേവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരവിടെ ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഒന്നും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്ങോട്ട് പോകുന്നതൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് റോഡിൽ അപകടം സംഭവിക്കുന്നത് പോലെ തന്നെ കണ്ടാൽ മതി കേട്ടോ. ബെർമുഡ ട്രയാങ്കിളിന് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. ഒറ്റ പ്രത്യേകതയേ ഉള്ളൂ, ഭയങ്കര ഹെവി ട്രാഫിക് ഉള്ള റൂട്ടാണ്. യെസ്, വേറെ ചോദ്യം ഉണ്ടോ? ബാക്കിൽ വേറെ ചോദ്യം. യെസ് സാർ, യെസ്. ഈ ഓക്സിജൻ ഇല്ലാതെ തീ കത്തത്തില്ല. ആ, അതിനാണ് ഈ സൂര്യൻ ഇങ്ങനെ കത്തുന്നത്. സൂര്യനിൽ തീ ഇല്ല. ഞാൻ അവിടെ ഭയങ്കര ചൂട്. അത് തീ കത്താനാണ് ഓക്സിജൻ വേണ്ടത്, ചൂടുണ്ടാവാൻ ഓക്സിജൻ വേണ്ട. ചൂടെന്താണ്? എനർജിയാണ്, ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജിക്ക് ഇപ്പം നമ്മൾ ഇലക്ട്രിക് അയൺ വെച്ച് നമ്മൾ അയൺ ബോക്സ് വെച്ച് അതിനകത്ത് തീ ഉണ്ടോ? അയൺ ബോക്സിൽ തീ ഉണ്ടോ? ചിരട്ട കയ്യിലിട്ട് കത്തിക്കുന്ന പഴയ അയൺ ബോക്സിൽ തീ ഉണ്ടോ? അല്ലാതെ ഇലക്ട്രിക് അയണിലുണ്ടോ തീ? ഇൻഡക്ഷൻ കുക്കറിൽ തീ ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു വരുവാ. തീ ഇല്ലാതെ ചൂടുണ്ടാവും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ആ, തീ ഇല്ലാതെ ചൂടുണ്ടാവും, ഇലക്ട്രിക് ആയിട്ട് ഉണ്ടാക്കാം. അതുപോലൊരു സോഴ്സാണ് സൂര്യനിലുള്ളത്. അത് ന്യൂക്ലിയർ എനർജിയാണ്. ഓക്കെ, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ ഹീലിയം ആറ്റമായിട്ട് മാറും. ഓക്കെ, അത് ഒരുപാട് എനർജി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത്തരം പ്രോസസ്സ് നമ്മൾ വിളിക്കുന്നത് എക്സോതെർമിക് റിയാക്ഷൻ എന്നാണ്. ഓക്കെ, അത് കോടിക്കണക്കിന് കിലോഗ്രാം ഹൈഡ്രജൻ ആണ് ഓരോ സെക്കൻഡിലും അവിടെ ഹീലിയമായിട്ട് മാറുന്നത്. അപ്പൊ അത്രയും ഹീറ്റ് എനർജി അവിടെ റിലീസ് ആവുന്നുണ്ട്. ഹീലിയം തണുത്താൽ മെർക്കുറി ആവത്തില്ല. മെർക്കുറി ഉണ്ടാവണമെങ്കിൽ പിന്നെയും ഒരുപാട് പ്രോസസ്സ് കഴിയണം. ഹീലിയം പിന്നെ കാർബൺ ആകണം, നൈട്രജൻ ആകണം, അങ്ങനെ വലിയ വലിയ എലമെന്റ്സ് ഫോം ചെയ്യുന്ന കൂട്ടത്തിലെ മെർക്കുറി ഉണ്ടാവും. ഹീലിയത്തിൽ താനേ മെർക്കുറി ഉണ്ടാവില്ല. ഇല്ല. സ്പേസ് ഷിപ്പും റോക്കറ്റും ഒക്കെ വർക്ക് ചെയ്യുന്നത് എയറോപ്ലെയിൻ വർക്ക് ചെയ്യുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസം വെച്ചാണ്. അതിനകത്ത് ത്രസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നൊരു എഞ്ചിനുണ്ട്. അത് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ പ്രോഡക്റ്റായിട്ട് കുറച്ച് ഗ്യാസ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാസിനെ ഒരു ചെറിയ ഹോളിൽ കൂടെ വെളിയിലേക്ക് പുഷ് ചെയ്യും. ഗ്യാസിനെ വെളിയിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ന്യൂട്ടന്റെ 3rd ലോ അനുസരിച്ച് ഗ്യാസ് ഈ സാധനത്തിനെ അങ്ങോട്ടും പുഷ് ചെയ്യും. അത് ഇവിടുത്തെ ബേണിങ്, ആ ഫ്യൂവൽ ബേണിങ്, ഭൂമിയിലെ ബേണിങ്, അത് ആ കെമിക്കൽ റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ആ റോക്കറ്റിന്റെ ത്രസ്റ്ററിൽ നിന്നും വെളിയിലേക്ക് വരുന്ന ഗ്യാസ് കണ്ടിട്ടില്ലേ, ആ ഗ്യാസ് റോക്കറ്റിന് തിരിച്ചു കൊടുക്കുന്ന പുഷാണ് റോക്കറ്റിനെ പൊക്കുന്നത്. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ റോക്കറ്റ് താഴെ പോരും. അപ്പൊ അത്രയും എത്ര ഗ്യാസ് അതിനകത്ത്, എത്ര സോളിഡ് അതിനകത്ത് വെക്കണം, അത് തന്നെ അത് ആ ഗ്യാസ് ഉണ്ടാക്കുന്നത് സോളിഡിൽ നിന്നോ ലിക്വിഡിൽ നിന്നോ ഒക്കെ ആക്കാം. അതുകൊണ്ടാണ് നമ്മൾ റോക്കറ്റ് ടെക്നോളജി പറയുമ്പോൾ സോളിഡ് എഞ്ചിൻ, ലിക്വിഡ് എഞ്ചിൻ എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് കത്തിക്കുന്ന എന്തോ ആവാം, ഈ ഗ്യാസ് ഉണ്ടാവണം അതിന്റെ ഫലമായിട്ട്. ആ ഗ്യാസിനെ താഴേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് ഗ്യാസ് മെഷീനെ മുകളിലേക്ക് പൊക്കുന്നത്. അത് എൻറ്റയർലി എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അവിടെ എല്ലാം നമുക്ക് ഈ ഫോഴ്സ് കിട്ടും. അതാണ് എല്ലായിടത്തും. ഈ സാറ്റലൈറ്റ് ഒക്കെ മുകളിൽ ചെല്ലുമ്പോൾ സാറ്റലൈറ്റിന്റെ സൈഡിൽ ചെറിയ 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 കൊച്ചു റോക്കറ്റുകൾ ഇരിപ്പുണ്ട്. അതിനെല്ലാം ത്രസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതിൽ കൂടെ ഇങ്ങനെ വെളിയിലേക്ക് ഈ ഗ്യാസ് ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് ആ ഡയറക്ഷനിൽ ഇത് തിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എവറിത്തിങ് വർക്ക്സ് ഓൺ ത്രസ്റ്റ്. യെസ്. എൻ്റെ പേര് ബെഞ്ചമിൻ. ബെഞ്ചമിൻ. ആ, നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോൾ നമ്മൾ കണ്ണാടി വെക്കുമ്പോൾ നമ്മൾ അതിലൂടെ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് കാണുന്നത്? കണ്ണിന്റെ കാഴ്ചയെ കണ്ണട വെച്ച് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. കണ്ണിന്റെ കാഴ്ച എങ്ങനെയൊക്കെ കുറയാം? ഓക്കെ, നമ്മൾ കാഴ്ചക്ക് കംപ്ലൈന്റ് വരുന്നത് പല രീതിയിലാണ്. ചില കംപ്ലൈന്റുകൾ കണ്ണട വെച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ സാധാരണ ഇതിൽ നമുക്ക് പരിചയമുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കണ്ണട വെച്ച് മാറ്റുന്നതിന് കാരണം നമ്മുടെ കണ്ണിന് എന്തുണ്ട്? ലെൻസ് ഉണ്ട്. ഈ ലെൻസാണ് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് പക്ഷെ ഗ്ലാസ് അല്ല. അതെന്താണ്? അത് ടിഷ്യൂ ആണ്, നമ്മുടെ ശരീരത്തിന് തന്നെ ഭാഗമാണ്. ആ ടിഷ്യൂ കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്ന ലെൻസാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ടിഷ്യൂവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ഈ ഫോക്കസിങ്ങിൻ്റെ എബിലിറ്റി നഷ്ടപ്പെടാം.
അതിനെ നമ്മൾ പൊതുവിൽ റിഫ്രാക്റ്റീവ് എറർ എന്നാണ് വിളിക്കുന്നത്. റിഫ്രാക്ഷൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? റിഫ്രാക്ഷൻ നോർമലി അല്ല നടന്നാൽ, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഒരു ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ലെൻസിൻ്റെ സർഫസ് തൊടുമ്പോൾ നല്ല സ്മൂത്ത് അല്ലേ? എവിടെയെങ്കിലും എടുത്ത ലെൻസിൽ ഒരു പൊട്ടൽ വീണ് കഴിഞ്ഞാൽ ആ ഇമേജ് കൃത്യമായിട്ട് ഫോം ചെയ്യുമോ? ഇല്ല. അപ്പോൾ ലെൻസിൻ്റെ ഷേപ്പിൽ ചെറിയ മാറ്റം ഉണ്ടായാൽ മതി ഈ ഫോക്കസിങ്ങിനെ അത് ബാധിക്കും. അങ്ങനെ കണ്ണിൻ്റെ ലെൻസിന് ഈ ഷേപ്പിൽ വരുന്ന മാറ്റങ്ങളാണ് റിഫ്രാക്റ്റീവ് എററായിട്ട് മാറുന്നത്. ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, ഇതെല്ലാം റിഫ്രാക്റ്റീവ് എററാണ്. അസ്റ്റിഗ്മാറ്റിസം. ഇപ്പോൾ എൻ്റെ കണ്ണിനാണെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ണട വെച്ചത്. ഓക്കെ, ചെറിയ അസ്റ്റിഗ്മാറ്റിസം ഉള്ളതുകൊണ്ട് ഒരേ സാധനത്തിൻ്റെ ഇമേജ് എൻ്റെ കണ്ണിൽ രണ്ടിടത്തുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ ചന്ദ്രക്കലയൊക്കെ കണ്ണാടി ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ക്രസൻറ്റ് 3 എനിക്ക് 2 എണ്ണം കാണാം. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ലെൻസിൻ്റെ കൂടെ വേറൊരു ലെൻസ് കൂടെ ഇട്ട്, അതായത് എന്ത് വ്യത്യാസം കൊണ്ടാണോ ഈ 2 എണ്ണം ഫോം ചെയ്യുന്നത്, അതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ലെൻസും കൂടെ ഇട്ട് കോമ്പിനേഷൻ അടിക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കണ്ണട വെച്ച്, ഈ കണ്ണട വേറൊരാൾക്ക് കൊടുത്താൽ അയാളുടെ ഷോർട്ട് സൈറ്റ് മാറുമോ? ഇല്ല, അയാളുടെ കണ്ണിൻ്റെ പ്രശ്നം വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേറെ ലെൻസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ലെൻസ്, കണ്ണിൻ്റെ ലെൻസിനുള്ള പ്രശ്നത്തെ കോമ്പൻസേറ്റ് ചെയ്യുന്ന വേറെ ലെൻസ് ഇട്ട് കോമ്പിനേഷൻ അടിച്ചു കൊടുക്കും. ഇപ്പോൾ എനിക്ക് സ്പീഡിന് ഓടാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഓടാൻ അറിയുന്ന ഒരു കൂട്ടുകാരനെ കൊണ്ട് പോകുന്ന പോലെ വിചാരിച്ചാൽ മതി, പർപ്പസ് നടക്കണമല്ലോ. അപ്പോൾ അതുപോലെ ഇതിനെ ക്യാൻസൽ ചെയ്യും. എൻ്റെ കണ്ണിൻ്റെ കുറവ് നികത്തുന്ന ഒരു ലെൻസും കൂടി ഇട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. അത് ഇങ്ങനെ ലെൻസ് ഇടാം, കണ്ണിൻ്റെ അകത്ത് ലെൻസ് ഇടാം, എങ്ങനെ കോണ്ടാക്ട് ലെൻസ് ഇടാം. ഇപ്പോൾ വേറൊരു ടെക്നോളജി കൂടെ ഉണ്ട്. എന്താണ്? ലേസർ ഉപയോഗിച്ച് കണ്ണിന് ലെൻസിനുള്ള ഈ പ്രശ്നം പരിഹരിക്കാം. ലാസിക് എന്നൊക്കെ പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പരസ്യത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം. കണ്ണിൻ്റെ ലെൻസിനെ തന്നെ കറക്റ്റ് ചെയ്യാം. പക്ഷേ കണ്ണിൻ്റെ ലെൻസിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നല്ല പൈസയാവും, ചിലപ്പോൾ 1,00,000 രൂപയാവും. ഇതാകുമ്പോൾ 1000 രൂപയ്ക്ക് തീരും. അതാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ ചെയ്യാം. കണ്ണിന് ഈ ഫോക്കസിങ്ങുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന എന്തും നമുക്ക് ചെയ്യാം. അമേലിയ. ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടു, നമുക്ക് സോളാർ സിസ്റ്റത്തിലെ വ്യാഴത്തെ നമുക്കിന്ന് രാത്രി ആകാശത്ത് കാണാം. അതെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അതായത് സോളാർ സിസ്റ്റത്തിൽ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴത്തെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെ പറയാൻ പറ്റും? അതായത് ഈ സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സും, ഭൂമി ഉൾപ്പെടെ, സൂര്യന് ചുറ്റും പോകുന്നത് ഒരു ഫിക്സഡ് ഓർബിറ്റിലാണ്. അവയ്ക്കൊരു ഫിക്സഡ് സ്പീഡാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനവും സ്പീഡും അറിയാമെങ്കിൽ അത് 10 കൊല്ലം കഴിയുമ്പോൾ എവിടെ ആയിരിക്കുമെന്നോ 20 കൊല്ലം കഴിയുമ്പോൾ എവിടെ ആയിരിക്കുമെന്നോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ജൂപ്പിറ്ററിന്. ഈ ജൂപ്പിറ്ററിനെ ഇന്ന് കാണാൻ പറ്റുന്നതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ജൂപ്പിറ്ററിന് നമ്മൾ ഇവിടെ കാണുമ്പോൾ സൂര്യൻ ബാക്കിലാണ്. ഇന്നത്തെ പൊസിഷൻ എങ്ങനെയാണ്? അതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ജൂപ്പിറ്ററിൽ വേണം നേരെ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് നേരെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴേ ഫോട്ടോഗ്രാഫറുടെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ടോ? ആരാണ്? ലൈറ്റ് ബോയ്. ഈ ലൈറ്റ് ബോയ് കറക്റ്റ് ലൈറ്റ് ഇട്ടാലും നമ്മുടെ മുഖം നല്ല തെളിയും. അപ്പോൾ ഇന്ന് ജൂപ്പിറ്ററിനെ കാണുമ്പോൾ സൂര്യൻ ലൈറ്റ് ബോയ് ആയിട്ട് ബാക്കിൽ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഈ ലൈറ്റ് ബോയ് ലൈറ്റും പിടിച്ച് ഇങ്ങനെ വായി നോക്കി നിന്നാലോ? അപ്പോൾ ലൈറ്റ് ബോയുടെ പൊസിഷൻ കൂടെ കറക്റ്റായി വന്നാൽ നമുക്ക് ജൂപ്പിറ്ററിനെ നന്നായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത അതാണ്. ജൂപ്പിറ്ററിന് സൂര്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ബ്രൈറ്റർ ദാൻ യൂഷ്വൽ. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. ഇനി അവിടുന്ന് ആരാ ചോദിച്ചത്? യെസ്, ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ഗ്ലാസ് ഏത്? ഏറ്റവും ശക്തിയുള്ള ഗ്ലാസ് തന്നെയാണ്. പക്ഷെ ആ ഗ്ലാസ്സിനകത്ത് നമ്മൾ ചേർക്കുന്ന മെറ്റീരിയൽ മാറുമ്പോൾ അതിന് ശക്തി മാറും. അതിനെ ഹാർഡൻഡ് ഗ്ലാസ് എന്ന് വിളിക്കും. അപ്പോൾ അതിനകത്ത് പല പല കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന് സ്ട്രെങ്ത് കൂടും. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? ഗ്ലാസ്സിൽ കൂടെ നടക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ അത് പൊട്ടും. അതിനകത്ത് വ്യത്യാസം വരുന്നത് ആ ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർക്കുന്ന കെമിക്കൽസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഹാർഡൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് പല വെറൈറ്റി ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് കയറി നിൽക്കാം. ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്, ആർക്കും നിൽക്കാൻ പറ്റാത്തത്, പെട്ടെന്ന് പൊട്ടുന്നത്, അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. പ്രകൃതിയിൽ എങ്ങും നമുക്ക് ഗ്ലാസ് കിട്ടൂല. ഗ്ലാസ് നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനം. അപ്പോൾ ഏറ്റവും ഹാർഡൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേഡ് കൂടിയ ഹാർഡൻഡ് ഗ്ലാസ് ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി ബാക്കിലെ ഈ ചോദ്യം കഴിഞ്ഞിട്ട് സാർ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ജീവി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ജീവി നമുക്ക് അറിഞ്ഞത്, അത് മരിച്ചു പോയില്ല. പക്ഷേ ഇന്നുള്ള എല്ലാ ജീവികളും ഏതാണ്ട് ഒരേ ജീവിയിൽ നിന്നും ഉണ്ടായതാണ് എന്നതിന് തെളിവെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിലും, എല്ലാ ജീവികളുടെയും ശരീരത്തിലും
ശരീരത്തിൽ മീൻസ് അവരുടെ DNA-യിൽ കുറേ ജീൻസ് കോമൺ ആയിട്ടുണ്ട്, ജീനുകൾ. ആ ജീൻസിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആ ഏൻഷ്യൻ്റ് ജീവിയെ നമ്മൾ ഇന്ന് വിളിക്കുന്നത് ലൂക്ക എന്നാണ്. LUCA, ഫുൾ ഫോം ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ. അത് ലക്ഷക്കണക്കിന് വർഷം, മേ ബി അറൗണ്ട് ലക്ഷമല്ല കോടിക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വർഷമാണ്. ഏതാണ്ട് ഒരു 1.5 ബില്യൺ വർഷം മുമ്പ്, 1.5 ബില്യൺ 150 കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവൻ. അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ശരീരത്തിൽ നമ്മളിലെല്ലാം ഉള്ള കുറേ കോമൺ ജീൻസ് ഉണ്ടായിരുന്നെന്ന് മാത്രം നമുക്കിന്ന് അറിയുള്ളൂ. അത്രയും പഴയതായതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ഡയറക്റ്റ് എവിഡൻസ്. അതെങ്ങനെ ഇരിക്കും, അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വി ഡോണ്ട് നോ ഹൗ എക്സാക്ട്ലി ദാറ്റ് ഓർഗാനിസം വാസ്. യെസ് യെസ്, ഈ ചെടികളെല്ലാം ഒരു ലിവിങ് തിങ്സ് അല്ലേ? ഓഫ് കോഴ്സ്. അപ്പം നമ്മൾ കാണുമ്പോൾ ഇത് ഒരു ലിവിങ് തിങ് ആയിട്ട് തോന്നാത്തത് ഒറ്റ കാരണമാണ്, അവർക്ക് ലോക്കോമോഷൻ പറ്റില്ല, ചലിക്കാൻ പറ്റില്ല. ചെടികൾ അനങ്ങുന്ന എപ്പോഴും കാറ്റടിക്കുമ്പോൾ മാത്രമല്ലേ. അവയ്ക്ക് നമ്മുടേതുപോലെ മൂവ് ചെയ്യാനുള്ള ഓർഗൻസ് ഇല്ല. അതുകൊണ്ടാണ് ലൈഫ് ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയെന്ന് നമ്മൾ ആദ്യം സംശയിക്കുന്നത് എങ്ങനെയാണ്? അനങ്ങുന്നില്ല ഇല്ലേ? അപ്പം നമ്മൾ സംശയിക്കും ജീവനില്ലേ. അപ്പോൾ അനങ്ങാതിരിക്കുന്നത് ജീവനില്ലാത്തൊരു ലക്ഷണമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ചെടികൾ ലൈഫ് ഉണ്ടെന്ന് പിന്നീടാണ് ആദ്യം നമ്മൾ കരുതിയിരുന്ന ജീവനില്ല എന്നാണ്. പിന്നെ നമുക്ക് മനസ്സിലായി ജീവികൾക്കുള്ളതുപോലെ ഇന്റേണൽ മെക്കാനിസംസും ട്രാൻസ്പോർട്ടും ഓക്സിജൻ എടുക്കലും ഒക്കെ അതിനുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ചലിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് അവ ലൈഫ്ലെസ് ആണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ആരോ ഒരാൾ എണീറ്റായിരുന്നു. ഇതാ ഇവിടെ വിയർത്ത് കഴിഞ്ഞിട്ട് തണുത്ത അത് 100% കേസിൽ കുഴപ്പമുള്ളൊരു കാര്യം ആയിക്കണമെന്നില്ല. ഈ തണുപ്പിനുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് തണുപ്പിനോട് അലർജി കാണും. ഓക്കെ, 2, പല മൈക്രോ ഓർഗാനിസംസിനും തണുപ്പ് ഇഷ്ടമാണ്. തണുത്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ തൊണ്ടയിലോ മറ്റോ ഈ വൈറസോ ബാക്ടീരിയയോ പോലെ എന്തെങ്കിലും കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തണുപ്പ് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് തണുപ്പ് അലർജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ തണുത്ത സ്ഥലത്ത് ചെന്നാലോ തണുപ്പ് എന്തെങ്കിലും അകത്തേക്ക് പോയി കഴിഞ്ഞാലോ നിങ്ങളുടെ ശരീരം അതിനോട് റിയാക്ട് ചെയ്യും, മോശമായിട്ട് റിയാക്ട് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളം കുടിച്ചതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അലർജി ഉണ്ടോ എന്ന് നോക്കണം. ക്ലീനായിട്ട് ഹൈജീനിക് അല്ലാത്ത സ്ഥലങ്ങളിലോ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടാകാനുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിസ്ക് ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തണുപ്പിനുണ്ടാക്കാൻ പറ്റത്തില്ല. പൂച്ചയ്ക്ക് വെള്ളത്തിനോട് മാത്രമല്ല, ഒരുപാട് ജീവികൾക്ക്, പൂച്ചയ്ക്ക് മാത്രമല്ല ഒരുപാട് ജീവികൾക്ക് വെള്ളത്തോട് പേടിയുണ്ട്. എന്താണ്? ഇൻഹറന്റ്ലി വീണ നീന്താൻ അറിഞ്ഞുണ്ടെങ്കിലോ? പൂച്ച നല്ല സ്വിമ്മർ അല്ല, പൂച്ചയ്ക്ക് അതുകൊണ്ട് ഇച്ചിരി റിസ്ക് ഉണ്ട്. പൂച്ചയ്ക്ക് ഓരോ ജീവിക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ട്. പൂച്ചയ്ക്ക് അങ്ങനെ തണുത്ത സ്ഥലങ്ങളോ ഒരുപാട് വെറ്റായിട്ടുള്ള സ്ഥലങ്ങളോ പൂച്ചയ്ക്ക് ഇഷ്ടമല്ല. പൂച്ചയെ കുളിപ്പിക്കുന്ന പൂച്ചയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല. പൂച്ചയ്ക്ക് അതിനെ കൊല്ലാൻ കൊണ്ടുപോയാൽ തോന്നും. അതുകൊണ്ട് അതും ഓരോ ജീവിയുടെയും പ്രയോറിറ്റിയാണ്. ചില ബാക്ടീരിയകൾക്ക് ഏറ്റവും ഇഷ്ടം ഒരു 150 ഡിഗ്രി സെൽഷ്യസാണ്. അറിയാമോ അത്? അത്തരം മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രീമോഫൈൽസ് എന്നാണ്. അവർ ജീവിക്കുന്നത് ഈ അഗ്നിപർവ്വത പൊട്ടത്തില്ലേ, വോൾക്കാനോയുടെ മൗത്തിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. കാരണം അത്രയെങ്കിലും ചൂടില്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല. 150 ഡിഗ്രി നമുക്ക് എങ്ങനെ ഇരിക്കും? ചൂട് തിളയ്ക്കുന്ന വെള്ളമാണ് 100 ഡിഗ്രി, അപ്പോഴാണ് 150 ഡിഗ്രി. അപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. പാറ്റ ഐസിലും ജീവിക്കും, മണലിലും ജീവിക്കും, ഒരു കുഴപ്പം. ഹാർഡസ്റ്റ് ഓർഗാനിസംസ് ആണ് പാറ്റ കൊല്ലാൻ ഭയങ്കര പാടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാറ്റയെ ഉറുമ്പുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ തിന്നോണ്ടിരിക്കുമായിരിക്കും ഉറുമ്പ്, അപ്പോഴും പാറ്റ ഇരുന്ന് അനങ്ങും, ചത്ത് കാണത്തില്ല. അപ്പം ഇതെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ്. ലൈഫിൽ ഓരോ ജീവികൾ, ലിവിങ് വേൾഡിൽ ഓരോ ജീവിക്കും അതിൻ്റെതായ കംഫർട്ട് സോണും ഈ പേടിയുള്ള ഏരിയകളും ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ ഇന്ത്യ ഒരു കോണ്ടിനെന്റ് ആയിരുന്നോ? ഇന്ത്യ ഒരു കോണ്ടിനെന്റ് ആയിരുന്നില്ല. ഇന്ത്യ പണ്ട് വേറൊരു കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. പിന്നെ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് നീങ്ങി വന്ന് ഇപ്പം വന്ന സ്ഥലത്തേക്ക് വന്ന് കയറിയതാണ്. അപ്പോഴും അതിനകത്ത് ഓസ്ട്രേലിയയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇന്ത്യ മാത്രം ഒരു കോണ്ടിനെന്റ് അല്ലായിരുന്നു. യെസ്, ഇനി ബാക്കിൽ ആരോ? എന്റെ പേര് ഷോൺ. ഈ ക്യാമറയുടെ ലെൻസ് എങ്ങനെയാ വർക്കാവുന്നത്? ഏത് ക്യാമറയുടെ ലെൻസാണ്? ഓരോ ക്യാമറയ്ക്ക് ഓരോ തരം ലെൻസാണ്. ഫോണിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിലധികം ലെൻസുകൾ ഇരിപ്പുണ്ടാവും. ഓക്കെ, ലെൻസുകൾക്ക് എപ്പോഴും കോമ്പിനേഷൻ ഉണ്ട്. അത് 2 ലെൻസ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ
ഒരു ലെൻസിൻ്റെ സ്വഭാവം ആയിരിക്കത്തില്ല രണ്ടും. അത് വേറൊരു ലെൻസ് പോലെ പെരുമാറും. അപ്പോൾ നമ്മുടെ ഫോണിലായാലും ക്യാമറയിലായാലും ഒക്കെ നമ്മൾ ഒരു ലെൻസ് എന്ന് വിളിക്കുമ്പോഴും അതിനകത്ത് ഒന്നിലധികം ലെൻസുകളുണ്ട്. ആ ലെൻസ് ബേസിക്കലി ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തുവശത്ത് വരുന്ന ലൈറ്റിനെ അതൊരു പ്രത്യേക രീതിയിൽ ഫോക്കസ് ചെയ്ത് ഒറ്റ പോയിന്റിലേക്ക് എത്തിക്കാനുള്ള കഴിവ് തരുന്നുണ്ട്. നമ്മൾ അത്തരം ലെൻസ് മെറ്റീരിയൽസിനെ പൊതുവെ റിഫ്രാക്റ്റീവ് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ലെൻസ്, മിറർ, അതൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. യെസ്, ബാക്കിൽ പിന്നെയും ക്വസ്റ്റ്യൻ. ഈ ബോൺ മാരോയിലൊക്കെ കാണുന്ന സ്റ്റെം സെൽസ് ഇല്ലേ, അതെങ്ങനെയാണ്? ഇപ്പം സ്പെസിഫിക് സെൽസ് ആണ്, അപ്പം ബ്ലഡ് സെൽസ് ആകാം, ബോൺ സെൽസ് ആകാം, അതൊക്കെ അങ്ങനെ ആക്കി മാറ്റുന്നത്? അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനും ഓരോ തരം സ്വഭാവങ്ങളാണ് ഉള്ളത്. ബോണിലുള്ള സെൽസ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് വിളിക്കും. അതിന്റെ സ്വഭാവമല്ല ന്യൂറോൺസിന്. ന്യൂറോൺ ഒരു സെല്ലാണ്. അതുപോലൊരു സെല്ലാണ് നെഫ്രോൺസ്, കിഡ്നി കാണുന്നത്. ഓരോ സെല്ലും ഓരോ രീതിയിലാണ് അതിന്റെ സവിശേഷത. ഈ സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്ന സെല്ലിന്റെ പ്രത്യേകത അതിന് ഈ പറഞ്ഞ പല രീതിയിൽ മാറാനുള്ള ശേഷിയുണ്ട്. അത് ഒരു രീതിയിൽ ഇമ്മച്ചുവർ സെല്ലാണെന്ന് പറയാം. അപ്പൊ നമ്മുടെ എല്ലാ ശരീരം ഒരു കാലത്ത് ഒരു സെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? സൈഗോട്ട് എന്ന് വിളിക്കുന്ന ഒറ്റ സെല്ലിൽ നിന്നാണ് നമ്മളുടെ എല്ലാം ശരീരം ഉണ്ടാകുന്നത്. സൈഗോട്ട് ഒരു സെല്ലാണ്. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മുടെ സ്കിന്നും ബോണും നഖവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ആ ഇനിഷ്യൽ സ്റ്റേജിലുള്ള സെല്ലിനോട് സമാന സ്വഭാവമുള്ള സെൽസ് ആണ് സ്റ്റെം സെൽസ്. ആ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ആ സ്റ്റെം സെൽസിന് നമുക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അപ്പൊ സാർ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഭൂമി മൊത്തം ഇപ്പം ഫുള്ള് ലാൻഡാണ്, ആദ്യം ലാൻഡായിരുന്നു. അപ്പം ഈ വെള്ളമെല്ലാം ആയിട്ട് പിന്നെ കുറെ 8 കോണ്ടിനെന്റ് ആദ്യം ഉണ്ടായിരുന്നെന്ന് പറയാം. അങ്ങനല്ല, ആദ്യം ഒരു ഒറ്റ കോണ്ടിനെന്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ആ ഒറ്റ കോണ്ടിനെന്റ് പിന്നെ ഡിവൈഡ് 8 കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. അതെന്തോ മുങ്ങിപ്പോയിന്നോ അത് കഴിഞ്ഞിട്ട് ഈ കോണ്ടിനെന്റെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഈ ലാൻഡ് ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാ? അടിയിൽ ഫൗണ്ടേഷൻ പോലത്തെ ഇല്ലേ? അതായത് ഭൂമി ഒരു കാലത്ത് ഒരു മോൾട്ടൺ ബോളാണ്. അതായത് സോളാർ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരുപാട് പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചും കണ്ടൻസ് ചെയ്തൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഹീറ്റുള്ള സമയമാണ്. പതിയെയാണ് സോളാർ സിസ്റ്റവും ഭൂമിയും തണുക്കുന്നത്. അപ്പൊ ഈ മോൾട്ടൺ മെറ്റൽ തണുത്താൽ ആദ്യം ഹീറ്റ് നഷ്ടപ്പെടുന്നത് എവിടെ നിന്നാണ്? അതിന്റെ സർഫസിൽ നിന്നാണ്. അപ്പൊ സർഫസ് അങ്ങ് ഉറയ്ക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാടത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നനഞ്ഞു കിടക്കുന്ന പാടം വേനലിൽ ഉണങ്ങുമ്പോൾ വിണ്ട് കീറുന്ന കണ്ടിട്ടുണ്ടോ? ആ വിണ്ട് കീറുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ലാബൊക്കെ വാർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അതിനകത്ത് വെള്ളം കെട്ടി നിർത്തുന്ന കണ്ടിട്ടില്ലേ? കാരണം വെള്ളം അങ്ങനെ നിന്ന് പതുക്കെ അല്ല തണുക്കുന്നതെങ്കിൽ ഇത് വിള്ളൽ വരും, ക്രാക്ക് വരും. അപ്പോൾ ഭൂമി തണുത്തപ്പോൾ സർഫസിൽ ഈ ക്രാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പീസസ് ആയിട്ട് കിടക്കുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം. പക്ഷെ അതിന്റെ ഈ സർഫസ് സോളിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ നിന്നുള്ള ഹീറ്റിന് വെളിയിലോട്ട് എസ്കേപ്പ് ചെയ്യാൻ പാടാണ്. അപ്പൊ ഭൂമിയുടെ സെന്റർ അപ്പോഴും ആ ഹോട്ട് അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പം ഭൂമി ഡിവൈഡ് ചെയ്തു പോവോ? ഇല്ല, കാരണം ഗ്യാപ്പ് കുറവാണ്. ഈ സർഫസ് പൊട്ടി ഉണ്ടായെങ്കിൽ ആ പീസ് ഇതിന്റെ അടിയിലിരിക്കുന്ന മോൾട്ടൺ മെറ്റലിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ അടിയിൽ സ്റ്റഡി അല്ല, അതുകൊണ്ടാണ് ഇത് നീങ്ങുന്നത്. ഏറ്റവും സെൻട്രലിൽ സ്റ്റഡിയാണ്, കാരണം ഭയങ്കര പ്രഷറാണ് സെൻട്രലിൽ. ഇതിനിടയ്ക്കുള്ള ഭാഗം അതിനാണ് നമ്മൾ മാൻഡിൽ എന്ന് വിളിക്കുന്നത്. അവിടെ ഈ ഒരു മോൾട്ടൺ റോക്കാണ് നമ്മൾ മാഗ്മ എന്ന് വിളിക്കുന്ന ഭാഗം. അപ്പൊ അതിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സർഫസ് ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അതിന് ചില സ്ഥലങ്ങളിൽ കട്ടി കുറവാണ്, ചില സ്ഥലങ്ങളിൽ അതിന് ക്രാക്ക് ഉണ്ട്. ഈ ക്രാക്കുള്ള സ്ഥലങ്ങളിൽ കൂടെ ഈ മാഗ്മ കയറി വരുന്നതാണ് നമ്മൾ ലാവ എന്ന് വിളിക്കുന്നത്. അവിടെയാണ് വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നത്. ഇനി മൂവ് ചെയ്യാൻ ഭാഗമുള്ള പ്രത്യേക വക്കുകൾ ഫോൾട്ട് സോൺ എന്ന് വിളിക്കും. അവിടെ ഈ തമ്മിൽ വരയാനും പൊട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അവിടെയാണ് പൊതുവിൽ എർത്ത് ക്വേക്സിന് കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഭൂമിയുടെ ജിയോളജിക്കലി ഭൂമിയുടെ പ്രത്യേകത ഇങ്ങനെ കിടക്കുന്നത് അതിന്റെ ഒറിജിനൽ അതിന്റെ ഫോർമേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. മോൾട്ടൺ സ്റ്റേറ്റിൽ നിന്നും തണുത്താണ് ഭൂമി ഉണ്ടായിരിക്കുന്നത്. ഇപ്പം 2 രീതിയിൽ മൗണ്ടൻസ് രൂപപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ഇത് കൂട്ടിയിടിച്ചിട്ടും പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ചിട്ടും. ഇനി ഓഷ്യാനിക് ക്രസ്റ്റില ഇപ്പം വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നതിനാണ് കേൾക്കുന്നത്. ഇനി എവിടെയെങ്കിലും ഈ പ്രദേശത്ത് അങ്ങനെ ഉണ്ടാവാം. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ, ജോഗ്രഫി എന്റെ ഏരിയ അല്ല. പക്ഷെ മൗണ്ടൻസ് എന്ന് പറയുന്നത് കടലിനടിയിൽ വേണമെങ്കിലും ഫോം ചെയ്യും. നമ്മൾ ഈ കാണുന്ന പോലെ ഫ്ലാറ്റ് അല്ല കടലിന്റെ അടിയിൽ. അവിടെ ഉണ്ട് ഈ ട്രഞ്ചുകളും ഒക്കെ. മരിയാന ട്രഞ്ച് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ ഉണ്ട് താഴ്ചയുള്ള പ്രദേശങ്ങളും ഉയർന്ന പ്രദേശങ്ങളും. അത് ഫോർമേഷൻ ഈസ് ക്വൈറ്റ് പോസിബിൾ. ഈ മാഗ്മ നല്ല പ്രഷറിലല്ലേ ഭൂമിയുടെ അടിയിൽ. അപ്പം ഈ പ്രഷർ കുറയ്ക്കാൻ തുളയിടലൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം 40 നമ്മൾ വിചാരിക്കും
അതായത് ഭൂമിയുടെ സർഫസിന് പിയേഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണ്. ഈ കുഴൽ കിണർ കുടിക്കുന്ന പോലെ. കുഴൽ കിണർ നമ്മൾ എത്ര ആഴത്തിലാണ് പോകുന്നത്? വളരെ കുറച്ച് ആഴത്തിലേ കുഴൽ കിണർ പോകുന്നുള്ളൂ. മനുഷ്യൻ താഴെ ഏറ്റവും താഴെ പോയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലി ഫോം ചെയ്യപ്പെട്ട ക്രസ്റ്റുകളിലേ നമ്മൾ പോയിട്ടുള്ളൂ, ട്രഞ്ചുകളിലേ പോയിട്ടുള്ളൂ. നമുക്ക് ഈ കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ഹാർഡ് ടെക്നോളജിയാണ്. നമുക്കൊരു പരിധിക്ക് അപ്പുറം ചെയ്യാൻ പറ്റത്തില്ല. ഈ മൈനിങ് എന്ന് പറഞ്ഞാൽ മൈനിങ് ഒക്കെ കഴിഞ്ഞാൽ വളരെ പതിയെ അതും വളരെ ഷാലമാണ് മൈനുകൾ. ഭൂമിയുടെ തിക്നെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സർഫസിൽ നടക്കുന്ന ആക്ടിവിറ്റി മാത്രമാണ്. ഒരുപാട് ആഴത്ത് നമുക്ക് ഭയങ്കര, അതായത് ഈ അഴിയിൽ മെറ്റീരിയൽ മാറ്റുക എന്ന് പറയുന്നത് കുഴിക്കുന്നവർ മെറ്റീരിയൽ പുറത്തെത്തിക്കണ്ടേ, ഭയങ്കര ഹാർഡ് ടെക്നോളജിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ നമ്മളിപ്പോഴും ഭയങ്കര പിന്നിലാണ്, താഴേക്ക് പോകുന്നത്. മുകളിലേക്ക് നമുക്ക് എവിടെ വേണം പോവാം. ഓക്കെ. അടുപ്പിൽ തീ ഊതാൻ നമ്മൾ തീ വെക്കാൻ വേണ്ടിയിട്ട് ഊതുമല്ലേ ചെയ്യുന്നത്. അപ്പൊ രണ്ടില് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ ആവുന്നത്. അപ്പൊ നീ അടുപ്പിൽ ഊതിയിട്ടുണ്ടാവും? ഇല്ല, കണ്ടിട്ടുണ്ട്. ആ, മെഴുകുതിരി കത്തുമ്പോൾ നമ്മൾ ഊതി അത് അണഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണ് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അതായത് കത്താൻ എന്ത് വേണം? ഓക്സിജൻ മാത്രം പോരാ, ഹീറ്റ് വേണം. ടെമ്പറേച്ചർ ഉണ്ടെങ്കിലേ കത്തും. സാധാരണഗതിയിൽ മുകളിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന മെഴുകുതിരി ഉണ്ടാക്കുന്ന ഹീറ്റ് മതി പുതിയ മെഴുകിന് കത്താൻ. നമ്മൾ ഊതുമ്പോൾ ഈ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഊതി നീക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ അങ്ങ് നീങ്ങി ഹീറ്റ് അങ്ങ് മാറിപ്പോവും. അപ്പം പിന്നെ അതിന് കത്താൻ പറ്റില്ല. ഇനി അടുപ്പിൽ മെഴുതിലുള്ള തീയുടെ അളവല്ല അടുപ്പിലുള്ളത്, അടുപ്പ് പടർന്നാണ് കത്തുന്നത്. ഈ വിറക് പ്രത്യേകിച്ച് കത്തുമ്പോൾ വിറക് കത്തി അതിന് എന്തുണ്ടാകും? ചാരം ഉണ്ടാവും, ഇല്ലേ? മെഴുകുതിരി കത്തിയ ചാരം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, മെഴുക് മൊത്തം വേപ്പറായി പോവുകയാണ് ചെയ്യുക. ഈ വിറക് കത്തുമ്പോൾ അതിൻ്റെ ചാരം പറന്ന് നിന്ന് പുതിയ വിറകിൻ്റെ മുകളിൽ വീഴും. അപ്പോൾ അതിന് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ശരിക്കും കുറേ കഴിയുമ്പോഴത്തേക്കും ഈ ബേണിങ്ങിൻ്റെ റേറ്റ് കുറയും. നമ്മൾ ഊതുമ്പോൾ എന്ത് ചെയ്യും? ഈ ചാരമാണ് നമ്മൾ ഊതി മാറ്റുന്നത്. അപ്പോൾ ഓക്സിജനായിട്ടുള്ള കോമ്പിനേഷൻ എളുപ്പമാകും. അങ്ങനെയാണ് അതിൻ്റെ കമ്പസ്റ്റൻ അല്ലെങ്കിൽ ബേണിങ് എളുപ്പമാകും. അതാണ് വ്യത്യാസം. സാറ് ലൈറ്റ് ഫോട്ടോൺസ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരുന്നത്? അപ്പോൾ ഫോട്ടോൺസിന് വെയിറ്റ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? ഫോട്ടോൺസിന് വെയിറ്റ് ഇല്ലാത്തതിൻ്റെ കാരണം അവയ്ക്ക് വെയിറ്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. നമുക്ക് അതിന് പ്രത്യേകിച്ച് റീസൺ പറയാൻ പറ്റത്തില്ല. നിങ്ങളതിനെ കൈയടിച്ച് വെയിറ്റ് ഇല്ലാന്ന് തെളിയിക്കാനുള്ള കാരണം എന്താ? അതായത് ഇല്ല എന്നല്ല, നമുക്ക് ഉണ്ടെന്നല്ലേ തെളിയിക്കേണ്ടത്. ഇല്ലാത്ത കാര്യം, ഫോട്ടോൺസിന് മാസ് ഇല്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന് മാസ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. മാസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള മാസ് ഇല്ലാത്ത വളരെ കുറച്ച് പാർട്ടിക്കിൾസേ നമുക്കറിയാം. അതിലൊന്നാണ് ഫോട്ടോൺസ്. ഓക്കെ. പൊതുവിൽ അതിനെന്തുകൊണ്ടെന്ന് ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇപ്പോഴും അറിയില്ല. ദേ ആർ ജസ്റ്റ് മാസ്ലെസ് പാർട്ടിക്കിൾസ്. ചോദ്യമാണ്, ചോദിച്ചു. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ ക്ലിയർ ആയിട്ട് കാണും. കണ്ണാടി അല്ലാത്ത ഗ്ലാസ്സിൽ നോക്കുന്നു, അല്ലേ? അപ്പുറത്ത് കാണാൻ പറ്റുന്ന ഗ്ലാസ് അല്ലേ? അത് നോക്കുമ്പോൾ ഡിമ്മായിട്ട് കാണുന്നു. എന്തുകൊണ്ടെന്നല്ലേ? നമ്മൾ കണ്ണാടി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ണാടി ആക്കുന്നത് അറിയാമോ? മിറർ. ഒരു ഗ്ലാസിൻ്റെ ഒരു വശം ഒരു റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽ കോട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മറുവശത്ത് നിന്ന് വരുന്ന ലൈറ്റിനെ മുഴുവൻ അത് റിഫ്ലക്റ്റ് ചെയ്യും. അല്പം പോലെ ലൈറ്റ് മറുവശത്ത് പോകില്ല. അതുകൊണ്ട് ഇവിടുന്ന് വരുന്ന ലൈറ്റ് എന്താണോ അത് തിരിച്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കോട്ടിങ് ഇല്ല എന്ന് വെച്ചു, ഇവിടുന്ന് വരുന്ന ലൈറ്റിൻ്റെ നല്ലൊരു പങ്കും അപ്പുറത്തേക്ക് പോകും, കുറച്ച് പങ്ക് മാത്രം റിഫ്ലക്റ്റ് ചെയ്യും. അത് കുറച്ച് മാത്രമേ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുള്ളൂ, അത് മങ്ങിയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ആ ബാക്കിലത്തെ കോട്ടിങ് ആണ് പ്രധാനം. ആ കോട്ടിങ് ഇളകിപ്പോയാൽ, പഴയ മിററാണെങ്കിൽ ആ ബാക്കിൽ നിന്ന് ആകുന്ന കാണാം, ഇളകി കഴിഞ്ഞാൽ പിന്നെ മങ്ങും. കണ്ടിട്ടില്ലേ? സെയിം റീസൺ. ഓക്കെ സാർ, എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ചെറിയ പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ എങ്ങനെ വർക്ക് ചെയ്യുന്നു പറയുന്നത് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ബേസിക്കലി കറണ്ട് പോകുന്ന ചാനലുകൾ, 100 ലക്ഷക്കണക്കിന് ചാനലുകളെ ഓരോ പാർട്ടും മുൻകൂട്ടി നിശ്ചയിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മെറ്റീരിയലിനകത്ത് അത് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രോസസ്സറിനെ ഒരു ചിപ്പിനകത്ത് ഒതുക്കാൻ നമുക്ക് പറ്റുന്നത്. ബേസിക്കലി അതൊരു വലിയ വയറിംഗ് സർക്യൂട്ട് മാത്രമാണ്. പക്ഷേ ആ വയറിംഗ് എല്ലാം നമ്മൾ കുഞ്ഞായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്, സർക്യൂട്ട് ഇൻ്റഗ്രേഷൻ. IC എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ബൾബിന് വയർ കൊടുക്കുമ്പോൾ വയറിംഗ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ വയറിംഗ് അത്രയും തിന്നായിരിക്കും, സൂക്ഷ്മമായിരിക്കും. അതേ ഉള്ളൂ വ്യത്യാസം.
കടലിലെ വെള്ളം നീല നിറത്തിൽ കാണുന്നതിന് കാരണം. നമ്മൾ എന്ത് വസ്തുവിനെയും ഒരു പ്രത്യേക നിറത്തിൽ കാണുന്നതിൻ്റെ കാരണം ആ വസ്തുവിൽ നിന്നും വരുന്ന ലൈറ്റിൽ ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളതാണ്. ഈ കസേരയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിൽ ബ്ലൂ കളറിൻ്റെ ലൈറ്റാണ് ഉള്ളതെന്നുള്ളതാണ് ഞാൻ ബ്ലൂ കളറിൽ കാണുന്നത്. ഓക്കെ, വെള്ളപ്രകാശം അതിൽ വീഴുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നും ബ്ലൂ ഒഴികെ ബാക്കിയെല്ലാം അതങ്ങ് അബ്സോർബ് ചെയ്യും, അതുകൊണ്ട് ഞാൻ ബ്ലൂവിൽ കാണും. ഓക്കെ, ഇതുപോലെ കടലിൽ വീഴുന്ന വെള്ളപ്രകാശത്തിൽ ബാക്കി എല്ലാ പ്രകാശത്തെയും അത് സ്കാറ്റർ ചെയ്ത് കളയും, ബാക്കി പ്രകാശം മാത്രം. ഈ കടലിൽ കുറേ പായൽ കിടപ്പുണ്ടെങ്കിലോ ആ പായലും കുറേ സ്കാറ്റർ ചെയ്യും, അത് പക്ഷേ പച്ച നിറത്തിലായിരിക്കും, അപ്പോൾ കടലിൽ പച്ച നിറം വരും. അങ്ങനെ ആ കടലിൽ നമ്മൾ അതിനകത്ത് ചായം കലക്കിയാലോ അത് പുറത്തുവിടുന്ന പ്രകാശത്തിൻ്റെ സ്വഭാവം മാറും. അതിനനുസരിച്ച് അതിനകത്ത് എന്തുണ്ട്, അത് ഏതൊക്കെ ലൈറ്റ് അബ്സോർബ് ചെയ്യും, ഏത് പുറത്തേക്ക് വരും. അതാണ് ഏതൊരു വസ്തുവിൻ്റെയും കളർ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ ഷർട്ടായാലും മുകളിട്ടേക്കുന്ന ഫ്രോക്കായാലും ഒക്കെ. ഭൂമിയിലെ ഗ്രാവിറ്റി ഭൂമിന്റെ ഉള്ളിലേക്കല്ല വലിക്കുന്നത്, നടുക്കേക്ക്. ഭൂമിയുടെ ഗ്രാവിറ്റി ഭൂമിയുടെ സെൻട്രലിലോട്ടാണ്. യെസ്. അപ്പോൾ നമ്മൾ സാങ്കല്പികമായിട്ടല്ലേ ഭൂമിന്റെ ഒരു കുഴിയാക്കി ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക്. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്ത് ആ കുഴിയിലേക്ക് ചാടി കഴിഞ്ഞാൽ നടുക്ക് വരെ ഗ്രാവിറ്റി വരെ പോകും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും, അത് കഴിഞ്ഞ് എൻ്റെ അപ്പുറത്തേക്ക് പോകും. അതെങ്ങനെ? അതായത് നീ ഇവിടുന്ന് ചാടുമ്പോഴേ ഭൂമി തന്നെ വലിക്കുകയല്ലേ ചെയ്യുന്നത്. ഭൂമിയുടെ സെൻട്രലോട്ട് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിൻ്റെ സ്പീഡ് കൂടുമല്ലോ അല്ലേ? താഴേക്ക് വീഴുന്ന വസ്തുക്കളുടെ സ്പീഡ് കൂടും, ആക്സിലറേഷൻ. അപ്പോൾ നല്ല സ്പീഡിലായിരിക്കും ഭൂമിയുടെ സെൻട്രലിൽ എത്തുന്നത്. ഭൂമിയുടെ സെൻട്രലിൽ എത്തുമ്പോൾ ഗ്രാവിറ്റിയുടെ അട്രാക്ഷൻ നിൽക്കും, പക്ഷേ നിനക്ക് അത്രയും നേരം കൊണ്ട് കിട്ടിയ സ്പീഡ് അവിടെ ഉണ്ട്. അപ്പോൾ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഇനേർഷ്യ. ഇനേർഷ്യ എന്താണ്? സ്വയം വേറൊരു ഫോഴ്സ് ഇല്ലാതെ മോഷൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യും. ഏതുവരെ കണ്ടിന്യൂ ചെയ്യും? നീങ്ങി അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ഭൂമിയുടെ സെൻറ്റർ ബാക്കിലോട്ട് വലിക്കാൻ തുടങ്ങും. ആ വലി ബാലൻസ് ചെയ്യണമെങ്കിൽ നീ ഭൂമിയുടെ മറ്റേ അറ്റത്തെത്തണം. അപ്പോൾ ഈ വെലോസിറ്റി 0 ആവും. പക്ഷെ അപ്പോൾ ഭൂമിയുടെ സെൻറ്റർ പിന്നെയും ബാക്കിലോട്ട് വലിക്കുന്നുണ്ടല്ലോ, തിരിച്ചു പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചാടല്ലേ? അങ്ങനെ നിൽക്കാൻ പറ്റും. ഏലിയൻ ഉണ്ടാവാം, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. ഭൂമിയിലുള്ളതുപോലെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ ഒരുപാട് സ്ഥലത്തുണ്ടാവാം. പക്ഷേ അങ്ങ് ദൂരെ 10,000 പ്രകാശ വർഷം അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ വെള്ളത്തിൽ കുറെ മീനുണ്ടെന്ന് വെച്ചു, നമ്മളെങ്ങനെ അറിയും? അതുപോലെ ലൈഫ് ഉണ്ടാവാം, പക്ഷെ വി ഡോണ്ട് നോ, അത്രേ ഉള്ളൂ. ഈ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ അറിയാതെ നമ്മൾ ആൽക്കലി കഴിച്ചു പോയാൽ ഈ ന്യൂട്രലൈസേഷൻ വഴി സാൾട്ടും വാട്ടറും സാൾട്ട് സൊല്യൂഷനായി. അപ്പം ഈ ദഹനത്തിനൊക്കെ ആ ആസിഡ് നമുക്ക് കിട്ടും. സ്റ്റൊമക്കിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയ ആൽക്കലിയൊന്നും പോരാ. അത്രയും വലിയ ആൽക്കലിയൊന്നും നമുക്ക് വായിക്കൂടെ എടുക്കാൻ പറ്റത്തില്ല. അല്ലിപ്പം മൊത്തം പോയാൽ തന്നെ എന്നായി? അല്ല, അത്രയും അളവ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവിക്കും. പക്ഷെ അതിന് മുമ്പ് തന്നെ ആ ആൽക്കലി കാരണം നമ്മുടെ പല ഭാഗങ്ങളിലും വേറെ പ്രശ്നങ്ങൾ വരും. അത്രയും സ്ട്രോങ് ആസിഡ് ആണ് നമ്മുടെ HCl. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അത്രയും സ്ട്രോങ് ആൽക്കലി വേണ്ടേ? അപ്പൊ നമുക്ക് ഈ സ്റ്റൊമക്കൊക്കെ ഡാമേജ് ആയി പോകില്ലേ? ഷുവർ. സ്റ്റൊമക്കല്ല, അതിന് മുമ്പുള്ള ഈസോഫാഗസ് ഉൾപ്പെടെ പ്രശ്നം വരും. ആസിഡ് കിടക്കുന്ന ഈ സ്റ്റൊമക്കിന് ആ ആസിഡിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ടെക്നിക്കൊക്കെ അറിയാം. അതൊരു സ്ലൈമി ഒരു ടെക്സ്ചർ ഉണ്ട് അതിന്. അതുകൊണ്ട് ആസിഡ് ഒരു പരിധിക്കപ്പുറം ഇങ്ങോട്ട് കയറത്തില്ല. പിന്നെ ആ ഒരു പോസിബിലിറ്റി ഉള്ളത് നമ്മുടെ ഈ ഈസോഫാഗലിന്റെ ഓപ്പണിംഗ് ഇല്ലേ ഇവിടെ, അവിടെ ഒരു സ്ഫിങ്ക്ടർ ഉണ്ട്. ഈ ഫുഡ് അകത്തേക്ക് കയറാതിരിക്കാൻ നോക്കുന്ന ഒരു സാധനം. അതായത് ഫുഡ് അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെ കിടന്ന് അതിനെങ്ങനെ ഞെരിക്കും. അപ്പൊ ഞെരിക്കുമ്പോൾ ഈ ആസിഡ് ഇത് കയറാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഈസോഫാഗൽ സ്ഫിങ്ക്ടർ എന്നൊരു സാധനമുണ്ട്. അതിനെന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദഹനം നടക്കുമ്പോൾ ആസിഡ് അകത്തേക്ക് മുകളിലോട്ട് കയറും. അത് നമുക്ക് ഇവിടെ എരിവായിട്ട് ഫീൽ ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന ഹാർട്ട് ബേൺ എന്നാണ്. കേട്ടു വന്നിട്ടുണ്ടോ? ചില ഫുഡ് കഴിക്കുമ്പോൾ ചില അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ട് ബേൺസ് ഫീൽ, നമുക്ക് നെഞ്ചരിച്ചിലെന്ന് പറയും. അത് ബേസിക്കലി ആസിഡ് ഇതിനകത്തോട്ട് കയറുന്നതാണ്. അത് ചിലപ്പോൾ അലർജിയുടെ കാരണമായിട്ടൊക്കെ വരാം. ചില ഫുഡ് ചില ആളുകളുടെ സ്ഫിങ്ക്ടർ ഇച്ചിരി വീക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പൊ ഈ അസിഡിറ്റി കൂടിയാൽ ആൽക്കലി ടാബ്ലറ്റ് കഴിക്കും. ആൽക്കലിക്ക് നമ്മൾ കഴിക്കുന്ന ആന്റാസിഡ്സ് പലതും ആൽക്കലൈനാണ്. നമ്മൾ ജലൂസിലേക്ക് ടാബ്ലറ്റ് കഴിക്കത്തില്ലേ, ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ്. ഓക്കെ, യെസ്. ഒരു സെക്കൻഡ്. നമ്മൾ മൈക്കിൽ കൂടെ സംസാരിക്കുന്നത് സ്പീക്കറിൽ കൂടെ ഹൈ വോൾട്ട്. വളരെ സിമ്പിളാണ്. ഈ മൈക്കിന് സൗണ്ടിനെ അബ്സോർബ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. കുഴപ്പമില്ല, സിഗ്നലുള്ള കഴിവുണ്ട്. ആ സിഗ്നലിനെ ഇവിടെ ഒരു ആംപ്ലിഫയർ ഇരിപ്പുണ്ട്. ആ ആംപ്ലിഫയറിന്റെ പരിപാടി അതിന് കിട്ടുന്ന സിഗ്നലിനെ വലുതാക്കുക. എന്നിട്ട് ആ വലുതാക്കിയ സിഗ്നലിനെ അത് മൈക്രോഫോണിൽ നിന്ന് കിട്ടിയ സിഗ്നലിനെ വലുതാക്കി അത് ലൗഡ് സ്പീക്കറിലേക്ക് വിടും.
അപ്പോൾ ഇതേ സിഗ്നൽ വലിയ സിഗ്നലായിട്ട് ലൗഡ് സ്പീക്കറിൽ ജനറേറ്റ് ചെയ്യും. ഈ ആംപ്ലിഫയർ ആണ് ഈ കളി ഒപ്പിക്കുന്നത്. ബ്ലൂടൂത്ത് ആണെങ്കിൽ വയറിൽ കൂടെ പോകുന്നതിന് പകരം ഇത് ബ്ലൂടൂത്ത് ആകാം, വയർലെസ് ആകാം, എനി വയർലെസ് ടെക്നോളജി വയറിൽ കൂടെ പോകുന്ന സിഗ്നലിനെ വയർലെസ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് വിടും. അതിന് അവിടെ റിസീവർ കാണും, അത് അവിടെ നിന്ന് റിസീവ് ചെയ്യും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്കൊരു 2 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാനുള്ള സമയം. 2 questions. ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ എന്താ? ഒരാർക്കും അറിയത്തില്ല. മോൻ വളർന്ന് വലുതാകുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഓപ്പണായി കിടക്കും. എനിക്കറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. യെസ്, ഇപ്പൊ എണീറ്റ് 2 പേരും നിൽക്കും, എനിക്ക് കാണാൻ. ആ ശരി. സർ, എൻ്റെ ഒരു ദയ. യെസ് ദയ, പറഞ്ഞു. ഞാൻ കണ്ണട ഇടാൻ തുടങ്ങിയപ്പം 9 years ആയി. അപ്പം എന്നോട് കുറേ ഡോക്ടർമാർ പറഞ്ഞു ഏകദേശം ഒരു 18 years വെച്ചാൽ മാത്രമേ കുറേ തോന്നുന്നു എന്നോട്. അപ്പം എന്നോട് കുറേ പേര് പറഞ്ഞത് ഈ കണ്ണാടി വെച്ച് കഴിയുമ്പം നമ്മുടെ കണ്ണിൻ്റെ ലെൻസിന് ഈ ലെൻസുമായിട്ട് റേഡിയേഷൻ ഉണ്ടാകുന്നത്. അപ്പം ആ റേഡിയേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കണ്ണട വെച്ച് ഒരു റേഡിയേഷൻ ഉണ്ടാവില്ല. റേഡിയേഷൻ ഉണ്ടാക്കണമെങ്കിൽ നല്ല ചിലവാണ്. ഈ കണ്ണട പോരാ. അതുകൊണ്ട് അങ്ങനത്തെ പേടി വേണ്ട. കണ്ണടയ്ക്ക് റേഡിയേഷൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല. യെസ്, ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ സെഷൻ. വേറെ ആളുകൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സമയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം. ഓക്കെ, ചോദിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യെസ്, നമ്മൾ ഈ സൂര്യനൊക്കെ നമ്മുടെ കൂടെ വരുന്ന പോലെ തോന്നൂലേ? അതെന്താ കാരണം? അങ്ങനെ എപ്പോഴും തോന്നാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്തുകൊണ്ടാണത്? അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന സാധനങ്ങൾ അപേക്ഷിച്ച് അത് ബാക്കിലേക്ക് പോകുന്ന പോലെ തോന്നും, ഇല്ലേ? ഇത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. നമ്മൾ ബസ്സിലിടുന്ന സൈഡിലെ ഒരു റബ്ബർ തോട്ടം വല്ലതും ഉണ്ടെന്ന് ചോദിച്ചോളൂ. ബസ്സിലിരുന്ന് ശ്രദ്ധിച്ചു നോക്കണം. അടുത്ത് നിൽക്കുന്ന റബ്ബർ മരങ്ങളും ദൂരെ നിൽക്കുന്ന റബ്ബർ മരങ്ങളും ഒരേ സ്പീഡിലാണ് ബാക്കിലോട്ട് പോകുന്നത്? അല്ല, അടുത്ത് നിൽക്കുന്നത് കൂടുതൽ സ്പീഡിൽ പോകും, അല്ലേ? ബാക്കിൽ നിൽക്കുന്നത് പതിയാണ് പോകും. ഇനി വളരെ ദൂരെ നിൽക്കുന്ന ഒരു മൊബൈൽ ടവറിനെ നോക്കിയിട്ടുണ്ടോ? അത് മൂവ് ചെയ്യുന്നുണ്ടാവുമോ? അത് മൂവ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇങ്ങനെ പോകുന്നു, ബാക്കിൽ നിൽക്കുന്നത് പതുക്കെയാണ് പോകുന്നതെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നതിനെ അപേക്ഷിച്ച് ഇത് ബാക്കിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും, ഇല്ലേ? ഇത് അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നുന്നു, നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലേ? ഇതിനെ അപേക്ഷിച്ച് അത് അങ്ങോട്ട് പോകുന്നതായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ അത് ഒരേ ഡയറക്ഷനിൽ പോകുന്നവരല്ലേ നമുക്ക് തോന്നും. അത് തന്നെ അവിടെ സംഭവിക്കുന്നു. ഒരുപാട് ദൂരെയുള്ള ചന്ദ്രനും സൂര്യനും ഒക്കെ നമ്മളുടെ മോഷൻ അനുസരിച്ചിട്ട് മാറില്ല. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന സാധനങ്ങളെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അപ്പോൾ അത് ഇതിനെ അപേക്ഷിച്ച് നമ്മുടെ ഡയറക്ഷൻ വരുന്നവരെ നമുക്ക് തോന്നും. അത്രേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രൻ്റെയൊക്കെ നമ്മൾ മരങ്ങളുടെ ഒന്നും പശ്ചാത്തലമില്ലാത്ത കംപ്ലീറ്റ് ഓപ്പൺ ടെറൈൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നടന്നാൽ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും തോന്നത്തില്ല. നമ്മൾ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ചന്ദ്രനെ നോക്കുമ്പോഴാണ് ചന്ദ്രൻ നമ്മുടെ കൂടെ വരുന്നത് നമുക്ക് തോന്നും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യമോ കയ്യിലിരിക്കുന്ന പൈസയോ ഒന്നുമല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റിയാണ്. ഓക്കെ, അത് ഒരു രീതിയിലും കളയാതെ നോക്കിക്കണം. കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് കളയാതിരുന്നാൽ 100% ഉറപ്പാണ് ക്യൂരിയോസിറ്റി വിൽ ഡ്രൈവ് യു ടു സക്സസ്. ഓക്കെ, കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഒരു മയവും കാണിക്കരുത് ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദയം കാണിക്കാതെ ടീച്ചേഴ്സിൻ്റെ അടുത്തും പാരൻസിൻ്റെ അടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കണം. അവർ തിരിച്ച് അവർക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുക. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിർത്തരുത്. ക്ലിയർ? ഡീൽ? ഓക്കെ, ഡീൽ. താങ്ക് യു.